2025 വിഷുഫലമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 1-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 3:28 ഈ പ്രാവശ്യത്തെ മേടത്തിലേക്ക് സൂര്യൻ്റെ സംക്രമം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം, അതായത് മേടമാസം തുടങ്ങി നമുക്ക് വിഷു, പുതിയ മാസം ആരംഭമാണ്. വിഷു 1-ാം തീയതിയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഇതിനൊക്കെ മുൻപ് മാർച്ച് മാസത്തിലൊക്കെ നമ്മുടെ ശനിയും പിന്നെ വ്യാഴം മാറുന്ന ഒരു വർഷം കൂടിയാണിത്. അപ്പോൾ ശനീശ്വരൻ 2.5 വർഷം ഒരു രാശിയിൽ നിന്നിട്ട് പിന്നെ മാറുന്നതും, വ്യാഴമാണെങ്കിൽ 1 വർഷമാണ് വ്യാഴത്തിൻ്റെ പീരീഡ്. ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് 1 വർഷം. അപ്പോൾ 1 വർഷവും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം മാറുന്നത്. വിഷുഫലം അനുസരിച്ച് മേടക്കൂറുകാർക്ക്, മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക. അതിൽ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ, മേടമാസത്തിൽ മാർച്ച് 29-ാം തീയതിക്ക് ശേഷം ശനീശ്വരൻ 12-ലേക്ക് വരികയാണ്. ശനീശ്വരൻ 12-ലൊരു മോക്ഷസ്ഥാനമാണ്, മീനൻ രാശിയിലേക്കാണ് വരുന്നത്. മെയ് 14-ാം തീയതിക്ക് ശേഷമാണ് നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത്. മെയ് വരയ്ക്ക് വ്യാഴം 2-ലുണ്ട്, അത് കഴിഞ്ഞാൽ വ്യാഴം 3-ലേക്ക് മാറുന്നു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് രാഹുവും മാറുന്നുണ്ട്. രാഹു മെയ് മാസം 18-ാം തീയതി മാറും. ആ 18-ാം തീയതി ആകുമ്പോൾ നമുക്ക് 1.5 വർഷക്കാലം രാഹു കുംഭത്തിലേക്കാണ് മാറുക. അത് ബാക്കിലേക്ക് മാറുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ കുംഭത്തിലേക്ക് മാറുന്നു. അപ്പോൾ അതുപോലെ തന്നെ രാഹു മാറുമ്പോൾ ആ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് നമുക്കവിടെ 5-ാം ഭാവത്തിലേക്ക്, ചിങ്ങത്തിലേക്ക് കേതുവും മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ് നമുക്ക് ഈ മേടക്കൂറായ അശ്വതി നക്ഷത്രത്തിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നന്മയും ഉണ്ട് അതിൽ. വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു 11-ൽ നിൽക്കുന്നത് നല്ലതാണ്. രാഹുവിന് 11-ാം ഭാവം ഏറ്റവും നല്ലൊരു ഭാവമാണ്. വ്യാഴം 2-ാം ഭാവത്തിൽ നിൽക്കുന്നത്, അപ്പോൾ മെയ് മാസം വരെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ 7.5 ശനിയാണെന്നറിഞ്ഞ് ശനീശ്വരൻ 12-ൽ നിൽക്കുക, 12-ൽ നിന്ന് 2-ാം ഭാവത്തിലേക്ക്, 3-ാം ഭാവത്തിലേക്ക് വരുന്നതാണ് നമുക്ക് 7.5 ശനിയുടെ കാലഘട്ടം പറയുന്നത്. അതിൽ 12-ൽ ശനി വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ ഉണ്ടാക്കുക. പിന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. 12-ാം ഭാവത്തിൽ മീനൻ രാശിയിൽ വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായി കുറച്ച് പ്രതിസന്ധി വരുത്താം. പിന്നെ അതുപോലെ രോഗങ്ങൾ, ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഭാവം കാല്, മുട്ട് വേദന, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞവർക്കാണ് കൂടുതൽ വേദന, മുട്ട് അങ്ങനത്തെയൊക്കെ വരുന്നത്. മറ്റേ ചെറിയ ആ കുട്ടികളും ചെറുപ്പക്കാരായ ആൾക്കാർ വാഹനാദികളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിലെ 3-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ എന്തും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാവമാണ് 3-ാം ഭാവം. അപ്പോൾ 3-ലേക്ക് വ്യാഴം വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളാണല്ലോ നമുക്ക് എപ്പോഴും അലട്ടുക, അല്ലെങ്കിൽ രോഗാവസ്ഥ. ഇത് 2-ലും കൂടുതലായിട്ട് സാമ്പത്തിക പ്രശ്നം നിങ്ങൾക്ക് അധികം വരുന്നില്ല. ഇവിടെ വ്യാഴം 11-ൽ നിൽക്കുന്നുണ്ട്, പക്ഷെ രോഗാവസ്ഥകൾ നമുക്കുണ്ടാവും. പിന്നെ ഉന്നതമായ പഠനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു രീതിയിൽ അങ്ങനെ നിൽക്കും, പിന്നെ പെട്ടെന്നായിരിക്കും അത് താഴേക്ക് പോവുക. പക്ഷെ നമ്മളെപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ശനി 12-ൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തൊരു കാര്യത്തിൽ ഏർപ്പെട്ടോ അതെപ്പോഴും ഫോളോ ചെയ്ത് നടക്കണം. ശനീശ്വരൻ എപ്പോഴും ധർമ്മത്തിൻ്റെ കാരകത്വമുണ്ട്. അപ്പം നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, 7.5 ശനിയൊന്നും നമുക്കൊരു പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ രോഗാവസ്ഥകളും സാമ്പത്തികമായ ഇടപാടുകളും ഒക്കെ വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി, 7.5 ശനിയാണ്, അപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവാം. അപ്പോൾ ഉണ്ടാവുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി ശിവൻ്റെ അമ്പലത്തിൽ പോവാം. ശിവന് മുന്നിൽ വിളക്ക് കൊടുക്കുക, ധാര കൊടുക്കുക, കുവളത്തിൻ്റെ ഇല കൊണ്ട് അഭിഷേകം അർച്ചന അത് കൊടുക്കുക. വ്യാഴനെ പ്രീതിപ്പെടുത്താൻ എപ്പോഴും 3-ലൊക്കെ വരുമ്പോൾ മുറവിളി കൂട്ടും എന്നാ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വ്യാഴത്തിന് പട്ടിൽ ഒരു മഞ്ഞപ്പട്ട് മേടിച്ച് ഒരു പിടിപ്പണം സമർപ്പിക്കുക, അല്ലെങ്കിൽ നെയ്യോ ചന്ദനത്തിരി എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അറിഞ്ഞോ അറിയാണ്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം എന്ന് പ്രാർത്ഥിക്കുക. വ്യാഴ ക്ഷേത്രത്തിൽ പോയി വിഷ്ണുവിൻ്റെ അവിടെ പോയി നമ്മൾ നെയ്വിളക്ക്, ചന്ദനത്തിരി എന്നിവയൊക്കെ സമർപ്പിക്കുക. കേതു 5-ാം ഭാവത്തിലായതുകൊണ്ട് നമ്മുടെ മക്കൾക്കോ ഒന്നും ആപത്തൊന്നും ഇല്ലാതിരിക്കുക. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹു കേതുകൾക്ക് പട്ട് പൂജ അതൊക്കെ കൊടുക്കുക. അതായിരിക്കും അത് അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത്. പിന്നെ മറ്റ് ഗ്രഹങ്ങളൊക്കെ ശുക്രനും ചൊവ്വ അതൊക്കെ അതാത് മാസങ്ങളിലൊക്കെ മാറുമ്പോൾ
വേറെ ഫലത്തിലൂടെ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വിഷു സമമായിട്ട് ഈ ഒരു വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ കൂടുതലുണ്ട്, അതുപോലെ കുറച്ച് ദോഷങ്ങൾ ഏഴര ശനിയാണെന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ദോഷങ്ങളുടെ കാഠിന്യമൊക്കെ കുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മേടക്കൂറിലെ ഭരണി നക്ഷത്രം. അപ്പോൾ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലേക്ക് ശനീശ്വരൻ മാർച്ച് 29 വരും. അത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഏഴര ശനിയുടെ കാലഘട്ടം തുടങ്ങി. പക്ഷെ വ്യാഴം മാറുന്നത് മെയ് മാസത്തിലാണ്. മെയ് മാസം 18 കൂടിയിട്ടാണ് വ്യാഴം മാറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ രാഹുവിനൊരു മാറ്റമുണ്ട്. മെയ് മാസത്തിൽ രാഹു 11ലേക്ക് വരും. അപ്പോൾ രാഹു 11ാം ഭാവത്തിൽ നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ 11ൽ രാഹു നല്ലതിനെ തരുന്നു. അതേപോലെ ശനീശ്വരൻ്റെ പോലെ തന്നെ ലാഭത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭരണി നക്ഷത്രക്കാർക്കും അഥവാ മേടക്കൂറുകാരെ സംബന്ധിച്ച് 10ൻ്റെയും 11ൻ്റെയും ഭാവാധിപതിയാണ് 12ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ആ 12 എന്ന് പറയുന്നത് മോക്ഷസ്ഥാനാണ്. പിന്നെ ഏഴര ശനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കാം. എന്ത് ചെറിയ കർമ്മമാണോ വലിയതാണോ എന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ തൊഴിലാണെങ്കിൽ പോലും അതിൽ നീതി ആവുക, നിസ്വാർത്ഥമായിട്ട് അതിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് ശനീശ്വരൻ അവിടെ നല്ലത് തരും. ഏഴര ശനിയാണെങ്കിലും ശനി ഉയർത്തിയിട്ടുള്ള ആൾക്കാരും നന്നായിട്ട് ഉണ്ട്. പിന്നെ അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അലസത വരും, മടി വരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശനീശ്വരൻ നോക്കുകയാണ്. ഇവനിങ്ങനെ പണിയെടുക്കുമോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നോക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം അതിനൊക്കെ മറികടന്ന് നമ്മൾ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും ഞാൻ ഇന്നത് തീർക്കും, അല്ലെങ്കിൽ ഞാൻ ജോലി സ്ഥലത്ത് പോയിട്ട് ഇന്നതൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചാൽ അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ശനിയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ആ 12ലെ ശനിയിൽ നിന്ന് ആദ്യകാലങ്ങളിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് രാഹു 11ലേക്ക് വരുമ്പോൾ നമുക്കത് മാറ്റം വരും. പിന്നെ വ്യാഴാണ്. പിന്നെ വ്യാഴം 3ലേക്ക് വരുന്നു. അപ്പോൾ വ്യാഴം 3ലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറവിളി കൂട്ടുന്നാണ് പറയുക. അപ്പോൾ മുറവിളി കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ രാഹു ഉള്ളത് കൊണ്ട് കർമ്മം നന്നാക്കി എടുക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും. രോഗങ്ങളെ മാത്രം വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പോൾ കാലുവേദന, കൈവേദന, അങ്ങനെ പിന്നെ കുട്ടികളാണെങ്കിൽ ഈ സൈക്കിള് വാഹനാദികൾ നടക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇതാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഭരണി നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ പോവാം. ദേവീക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാട് ദേവിക്ക് കൊടുക്കുക, ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. ഏഴര ശനി സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് വേണം, ശനീശ്വരന് പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക, കുവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ശനിക്ക് ആദ്യം ഒരു 6 മാസം ശനീശ്വരന് നമുക്ക് എല്ലാ ശനിയാഴ്ചയും പോവാം. പിന്നെ അപ്പോൾ ശനിക്ക് മനസ്സിലാവും നമ്മൾ കൃത്യനിഷ്ഠതയുള്ള ആളാണ്, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നാൽ ശനീശ്വരൻ നമ്മുടെ കൂടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള വഴിയെ കാണിച്ചു തരും. ഇതാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉള്ളത്. കാർത്തിക നക്ഷത്രം. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം മാത്രമാണ് മേടത്തിലുള്ളത്. പിന്നെ 3/4 ഭാഗവും ഇടവത്തിലാണ് നമുക്കുള്ളത്, ഇടവക്കൂറിലാണ്. അപ്പോൾ 1/4 ഭാഗം ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് ഏഴര ശനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ശനീശ്വരൻ 12ൽ വന്നു, രാഹു 11ൽ പോയി. അപ്പോൾ ഈ ഗുണങ്ങൾ നമുക്ക് കയറ്റിറക്കങ്ങളായിട്ട് വരുന്ന പറയാം. അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് ദോഷമൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാലയളവാണ്. ശനീശ്വരൻ 12ലാണ്. പക്ഷെ അതേപോലെ തന്നെ കാർത്തികയുടെ ഇടവത്തിലുള്ള 3/4 ഭാഗത്തിൽ അവർക്കാണെങ്കിൽ ശനീശ്വരൻ 11ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഭാവമാണ്. വ്യാഴം 2ലേക്ക് വന്നു. അപ്പോൾ അവർക്ക് ഏറ്റവും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത്രയും കൂടി നല്ല ഒരു ഫലമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് അവർ എപ്പോഴും ശനീശ്വരനെ നന്നായിട്ട് നോക്കുക. അവർ കർമ്മത്തിൽ നോക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു 10ൽ പോയി. അപ്പോൾ രാഹു എപ്പോഴും കർമ്മം നോക്കുമ്പോൾ ശനിയുടെ രാശിയാണ് കുംഭം രാശിയെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. പിന്നെ 11ൽ ഉള്ള ശനീശ്വരൻ നിങ്ങൾക്ക് ധനങ്ങളെ ധാരാളം വർദ്ധിപ്പിച്ചു തരും. വീടൊക്കെ വെക്കാത്തവർക്കാണെങ്കിൽ വീടൊക്കെ പെട്ടെന്ന് ശരിയാവാനും, പിന്നെ പഴയ വീടുകൾ വാങ്ങുക, വിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ് രംഗത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു പുരോഗതിയാണ് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ 3/4 ഭാഗത്തിലുള്ള ഇടവക്കൂറുകാർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 2 ഭാവങ്ങളിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാരായതുകൊണ്ട് മേടത്തിൽ നിൽക്കുന്നവരും ഇടവത്തിൽ നിൽക്കുന്നവരും വളരെ ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ട് പോവുക. ഒരു ശിവന്റെ അമ്പലത്തിൽ പോവുക, പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക. പിന്നെ ഗണപതിക്ക് കറുകമാല കൊടുക്കുക. എന്നുവെച്ചാൽ ടെൻഷൻ ഇതൊക്കെ വരുമ്പോൾ ആ കറുകയുടെ മാല കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി മാനസികമായിട്ട് നമുക്കൊരു ഇത് വരും, ശരീരത്തിനൊരു തണവ് അതൊക്കെ വരാം. പിന്നെ ദേവീക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ പോവുക.
ദേവീക്ഷേത്രത്തിൽ, കുടുംബക്ഷേത്രത്തിൽ എല്ലായിടത്തൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക. രോഹിണി നക്ഷത്രം, എടവക്കൂറിലുള്ള രോഹിണി നക്ഷത്രം. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. നമുക്കവിടെ 11 ശനി വന്നിട്ടുണ്ട്. ആ ശനീശ്വരൻ 11ാം ഭാവത്തിൽ വരുമ്പോൾ ശനി എപ്പോഴും നല്ല ലാഭത്തെ കൊണ്ടുവരുന്ന ഒരു ശനിയാണ്. ലാഭസ്ഥാനത്താണ് ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. വ്യാഴാണെങ്കിൽ മെയ് മാസത്തോടു കൂടി 2ലേക്ക് വരുന്നു, മിഥുന രാശിയിലേക്ക് വരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടും നമുക്ക് ബിസിനസ് പരമായിട്ടൊക്കെ പൊന്തി വരാനുള്ള ഒരു സമയമാണ്. അപ്പോൾ പിന്നെ 4ാം ഭാവത്തിൽ നമുക്ക് അവിടെ ഒരു കേതു വരുന്നുണ്ട്. കേതു 4ൽ വരുന്നത് അത്ര ശുഭകരമല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ സാമ്പത്തികമായ തർക്കങ്ങളോ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളോ അങ്ങനെയൊക്കെ വരാനായിട്ട് ഒരു ചെറിയ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 വർഷക്കാലം കേതു അവിടെയുണ്ട്. അപ്പോൾ ഈ രാഹു കേതുക്കൾ മാറുമ്പോൾ 1.5 വർഷമാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും രോഹിണി നക്ഷത്രക്കാർ, നമുക്ക് സാമ്പത്തിക പുരോഗതികൾ കയറി വരും തോറും നമ്മൾ ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഇത് വീട്ടിലെ അനർത്ഥങ്ങളൊന്നും ഇല്ലാതെ മുന്നിലേക്ക് പോകാനായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയതായിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വിദേശ പഠനങ്ങൾക്കൊക്കെ പോകാനായിട്ട് ഏറ്റവും ഒരു നല്ല സമയമാണ് അവർക്ക്. ഇപ്പോൾ ലോണോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അത് ശരിയായി കിട്ടും. അല്ല, തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ടുള്ളൊരു വഴിയാണ്. അപ്പോൾ വീട്ടിൽ അതിൻ്റെ ദോഷങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മുടെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൽ പോവാം. അല്ലെങ്കിൽ ദേശത്ത് തട്ടകത്തെ ദേവിക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് കേതുവിനും രാഹുവിനും പട്ടും പൂജയൊക്കെ കൊടുക്കുക. അപ്പോൾ വിദേശവാസത്തിൽ പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ വലിയവരാണെങ്കിൽ പോലും ചിലപ്പോൾ കർമ്മത്തിൽ നിൽക്കുന്നത് രാഹു ആയത് കാരണം ചെന്ന വശയ്ക്ക് നമുക്കത് കറക്റ്റായിന്ന് വരില്ലേ, ഇവിടുന്ന് പറഞ്ഞ പോലെ ആയിരിക്കില്ലേ നമ്മൾ അവിടെ എത്തുമ്പോൾ. അതൊന്നും വിഷയമല്ല, നിങ്ങൾ നന്നായിട്ട് ഒന്ന് ശ്രമിച്ചത് വരും. നിങ്ങൾക്കെന്ന് വെച്ചാൽ ശനീശ്വരൻ ഇവിടെ 11-ലായതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. പക്ഷേ രാഹു ഒരു ഇഴഞ്ഞ ഗ്രഹം ആയതുകൊണ്ട് പതുക്കെ നടക്കുള്ളൂ. അവിടെ ചെന്ന് നിങ്ങൾ ഇതുപോലെയൊക്കെ വീട്ടിൽ കർമ്മങ്ങളൊക്കെ ചെയ്ത്, അതായത് നമ്മുടെ ദേവീക്ഷേത്രത്തിൽ പോവാം, പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പോവാം. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വർഷം, ഈ മേടം തുടങ്ങി മീനം വരയ്ക്കുള്ള ഒരു വർഷക്കാലം രോഹിണി നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ്. മകേര്യത്തിൽ അരഭാഗമാണ് നമുക്ക് എടവത്തിലും മിഥുനത്തിൽ ബാക്കി അരയുകയാണ് നിൽക്കുന്നത്. ആദ്യത്തെ പകുതി ഭാഗം നിൽക്കുന്ന എടവക്കൂറുകാരെ സംബന്ധിച്ച്, മകേര്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. എന്നുവെച്ചാൽ ശനി 11ാം ഭാവത്തിൽ ശനീശ്വരൻ വരികയും മിഥുനത്തിൽ തന്നെ, അതായത് 2ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ വ്യാഴം നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാം. പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങളായാലും മുന്നോട്ട് പോകാം. വീട്ടിലാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു നല്ലത് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖല ഇത്തിരി കൂടി ഉഷാറാക്കാം. നമുക്ക് കർമ്മത്തിൽ ഒരു തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകണം. രാഹു കർമ്മത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലസത മൂലം നമുക്ക് എന്തെങ്കിലും വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതില്ലാതെ പോവുക, രോഗങ്ങളില്ലാതെ വരുത്തുക, രോഗങ്ങൾ ഇല്ലാതെ നന്നായിട്ട് നോക്കുക. നമ്മുടെ അലസതയും മറ്റുള്ള ഭാവങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റിയിട്ട് മുന്നിലേക്ക് പോവുക. അവർക്ക് 4ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും നന്നായിട്ട് കെയർ ചെയ്യുക. എന്നുവെച്ചാൽ കേതു അല്ലേ, ഗണ്ഡകാരകനാണ്. ഒന്നും കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളൊക്കെ വരുത്താനായിട്ട് ഈ കേതു വരുത്തും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ മതി. കേതുവിന് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് പട്ട് പൂജ അങ്ങനത്തേക്ക് കൊടുക്കുക. അത് എടവക്കൂറിലുള്ളവർ. ഇനി മകേര്യത്തിലെ മറ്റേ ഭാഗം, പകുതി ഭാഗം വരുന്നത് മിഥുനക്കൂറിലാണ്. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനീശ്വരൻ നിൽക്കുന്ന ഭാവം തന്നെ 10ാം ഭാവമാണ്. ആ 10ാം ഭാവത്തിൽ ശനി നിൽക്കുകയും ലഗ്നത്തിൽ തന്നെ വ്യാഴം വരികയും ചെയ്യും. വ്യാഴം മെയിലാണ് വരിക എങ്കിലും ആ ലഗ്നത്തിൽ തന്നെ വ്യാഴമുണ്ട്. അപ്പോൾ കർമ്മത്തിൽ ശനി നിൽക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഈ കണ്ടകശനി എന്ന് പറയും, 10ാം ഭാവത്തിൽ ശനി വന്ന കണ്ടകനായി മാറും. അപ്പോൾ ആ കണ്ടകശനിയുടെ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ജോലിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് പെരുമാറുക. എന്ത് കാര്യം ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് അന്ന് തന്നെ ചെയ്ത് തീർക്കണം. ശിവൻ്റെ അമ്പലത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ മിഥുനൻ രാശി ആയതുകൊണ്ട് നമുക്ക് ഗണപതിയെ നന്നായിട്ട് ആരാധിക്കുക. പിന്നെ ഹനുമാനെ നമുക്ക് വെറ്റിലമാല സമർപ്പിക്കാം. ഇതൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് ചെയ്താൽ മതി. ഒരു മാസത്തിൽ നിങ്ങളുടെ പക്കപ്പിറന്നാളിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങളിത് ചെയ്യാം. ഒരു 6 മാസം നമ്മൾ കൃത്യമായിട്ട് ക്ഷേത്രത്തിലൊക്കെ പോവുക, കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്യാം. 6 മാസം കഴിഞ്ഞാൽ ചെയ്യണം. പക്ഷെ അത് ആ കൃത്യനിഷ്ഠത വരുത്തുന്നത് ആ ശനീശ്വരൻ എന്നുള്ള ഭാവത്തിന് ഏറ്റവും നല്ലതും കൂടിയാണ്. അപ്പം അത് ചെയ്യുക. കുട്ടികളാണെങ്കിലും
ഇവർക്ക് പുറത്തേക്ക് പോകേണ്ടതായാലും പിന്നെ പഠിക്കാൻ അലസതയ്ക്ക് ഉണ്ടാവും. അതൊന്നും അവരുടെ ഒരു കുറ്റങ്ങളൊന്നല്ല. ഈ ശനി ഒക്കെ 10ലൊക്കെ വരുമ്പോൾ പഠിച്ചത് മതി, ഇന്നത് മതി എന്നൊക്കെ തോന്നും. നമ്മളവരെ നല്ല പോലെ പറഞ്ഞ് മനസ്സിലാക്കി ക്ഷേത്ര ദർശനമൊക്കെ കൊടുത്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് നമ്മൾ അച്ഛനമ്മമാരും ചെയ്യാം. ഇതാണ് നമുക്ക് ഇതിലെ മകേര്യത്തിൻ്റെ പകുതി ഭാഗത്തിലുള്ള മിഥുനക്കൂറിലുള്ളവർ ചെയ്യേണ്ടത്. ഇടവത്തിലുള്ള മകേര്യവും മിഥുനത്തിലുള്ള മകേര്യ നക്ഷത്രക്കാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവർക്കുള്ള പൂജാവിധാനങ്ങളും നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറാണ്. അപ്പോൾ ആ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് 10ാം ഭാവത്തിൽ ശനീശ്വരൻ വരികയും ആ ലഗ്നത്തിൽ തന്നെ മെയ് മാസത്തോടു കൂടി വ്യാഴം വരികയും ചെയ്യും. അപ്പോൾ വ്യാഴം ഇത്ര നാൾ ഇവർക്ക് 12ാം ഭാവത്തിലായിരുന്നു. അതിൽ നിന്ന് ജന്മത്തിലെത്തി. ജന്മത്തിൽ വ്യാഴം വന്ന 12ൽ നിൽക്കുന്നേക്കാളും ഇത്തിരി കൂടി നല്ലതാണ് വരുന്നത്. പക്ഷെ ശനി നമുക്ക് കണ്ടകനായിട്ട് വരുന്നു. പക്ഷെ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഏറ്റവും അടുത്തുള്ള വ്യാഴക്ഷേത്രത്തിൽ പോവുക. ജന്മത്തിലാണല്ലോ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ വ്യാഴക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും നാൾ 9ലായിരുന്ന ശനീശ്വരൻ അപ്പോൾ കുറേ ജ്ഞാനത്തെയും നല്ല അറിവുകളെയൊക്കെ തന്നിരുന്നു. അത് ഒന്നും കൂടി പോഷിപ്പിച്ചെടുക്കുക. നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു അലസത വരും, മാറ്റം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നതൊക്കെ മതി, പഠിച്ചതൊക്കെ മതി എന്നൊക്കെ ഒരു തോന്നൽ വരും. അതൊന്നല്ല, മുന്നിലേക്ക് നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കണം. നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ശനി തരുന്ന ഓരോ അറിവുകളും നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പോഴാണ് ശനീശ്വരൻ ഇപ്പോൾ കണ്ടകനായാലും ഏഴര ശനി ആയാലും ഒക്കെ നന്മ തരുന്ന ഒരു ഗ്രഹമായിട്ട് മാറുള്ളൂ. അപ്പോൾ 9ാം ഭാവത്തിൽ നമുക്ക് തന്നിട്ടുള്ള നല്ല വശങ്ങളുണ്ട്, അതേപോലെ ചിലപ്പോൾ ദോഷം വശങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ദോഷം വശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ വ്യാഴം എപ്പോഴും സർവ്വ ഈശ്വര കാരകത്വമുള്ള ആളാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ ആഴ്ചയിലൊരു ദിവസങ്ങളോ ഈ മാസത്തിലൊരിക്കലെങ്കിലൊക്കെ പോയി പ്രാർത്ഥിക്കുക, വിഷ്ണുവിൻ്റെ സഹസ്രനാമം ജപിക്കുക. അതൊക്കെ ചെയ്താൽ ഈ തിരുവാതിര നക്ഷത്രക്കാർ മിഥുനക്കൂറുകാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ കാൽഭാഗം മാത്രമാണ് മിഥുനക്കൂറിലുള്ളത്. ബാക്കി 3/4 ഭാഗവും നമുക്ക് കർക്കിടകക്കൂറിലാണ്. അപ്പോൾ ഈ കാൽഭാഗം മാത്രമുള്ള പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കണ്ടകശനിയുടെ ഒരു കാലഘട്ടവും വ്യാഴമാണെങ്കിൽ ജന്മത്തിലുള്ള ഒരു വ്യാഴമാണ്. അപ്പോൾ ഈ ഒരു പുതുവർഷം മനസ്സിലാക്കി, അതായത് വിഷുഫലത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ കണ്ടകശനിയാണെങ്കിലും മിഥുനക്കൂറുകാർക്ക് 9ാം ഭാവത്തിൽ ശനീശ്വരൻ നിന്നപ്പോൾ തന്നിട്ടുള്ളൊരു നല്ല ഭാവങ്ങളുണ്ട്, നല്ല അറിവുകളുണ്ട്. നമുക്ക് ഒരു പുതിയ നിഗൂഢമായ ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ പൂർണ്ണമായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരിക. അപ്പം നമ്മുടെ 2.5 വർഷം നമ്മൾ അതിന് നിഗൂഢമായ ശാസ്ത്രങ്ങളെ പഠിക്കാൻ പോയി, എന്നിട്ടിപ്പോൾ അത് നിർത്തി ഒരു അലസതയൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്തെയൊക്കെ മാറ്റി ഈ ശാസ്ത്രത്തെ ഒന്നും കൂടി നമ്മൾ പോഷിപ്പിച്ചെടുത്ത് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ശാസ്ത്രങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഏതൊരു കർമ്മമാണോ, ഇപ്പോൾ ആ ശാസ്ത്രം മാത്രമല്ല നമ്മൾ ചെയ്യുന്ന തൊഴിൽ, ആ തൊഴിലിനെ നല്ല പോലെ ശ്രദ്ധിച്ച് സ്നേഹിച്ച് അതിനെ കൊണ്ടുപോകണം. അപ്പോൾ ശനി തരുന്ന അത്ഭുതമായിട്ടുള്ള കഴിവുകൾ നമുക്ക് തരും, സമ്പത്തിനെയും തരും. നമുക്ക് ജോലി ധാരാളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് വരും. അതുപോലെ തന്നെ വ്യാഴം നമുക്ക് കൂടെയുണ്ട്. അവർ വ്യാഴക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. പിന്നെ മിഥുനൻ രാശിയായത് കൊണ്ട് ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിക്കുക, ഗണപതിക്ക് കറുകമാല കൊടുക്കുക. ഇതാണ് ഈ മിഥുനൻ രാശിയിലുള്ള പുണർദം നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. കർക്കിടക രാശിയിലുള്ള പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ശനീശ്വരൻ വന്ന് നിൽക്കുന്നത് 9ാം ഭാവത്തിലാണ്. 9ാം ഭാവത്തിൽ ശനി, അതും മീനൻ രാശിയിലെ ശനി ഏറ്റവും നല്ല ഭാവമാണ്. പക്ഷെ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ 3ാം ഭാവത്തിൽ നമുക്ക് കേതു വരുന്നുണ്ട്. ആ കർമ്മത്തിലേക്ക് വരുന്നത് രാഹു ബന്ധവുമാണ്. കർക്കിടക രാശിക്കാർക്ക് രാഹു അഷ്ടമത്തിലാണ് വരുന്നത്. അപ്പോൾ ആ രാഹു അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച്, വെറുതെ നടന്നാലും തടഞ്ഞു വീഴാൻ സാധ്യതയാണ്. പിന്നെ 9ലെ ശനിയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഗ്രഹമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് അവർ വളരെയധികം ശനീശ്വരനെ പ്രാർത്ഥിക്കുക. പിന്നെ ഈ രാഹു ആയതുകൊണ്ട് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിന് പട്ടുപൂജയൊക്കെ കൊടുക്കുക. വ്യാഴം 12ാം ഭാവത്തിൽ പോയതുകൊണ്ട് മോക്ഷസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ വ്യാഴത്തിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളും പൂജകളും, സുദർശന ഹോമം ചെയ്യിപ്പിക്കുക, ഇടയ്ക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, വിഷ്ണുവിന് നെയ്യ്
ചന്ദനത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മത്തിൽ നമുക്ക് നല്ലതായിട്ട് വരും. അതേപോലെ തന്നെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ, ശനീശ്വരൻ 9-ൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഭാഗ്യാനുഭവങ്ങളും നമുക്ക് വരും. അങ്ങനെയാണ് ഈ കർക്കിടക രാശിയിലുള്ള പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പോൾ 2 രാശിയിൽ പെടുന്ന പുണർദ നക്ഷത്രക്കാർക്ക് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. അതുപോലെ ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോയി അതിന് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർക്കിടക രാശിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ പൂയ നക്ഷത്രക്കാർക്ക് ഇത്ര നാൾ അഷ്ടമത്തിലായിരുന്ന ശനീശ്വരൻ 9-ാം ഭാവത്തിലേക്ക് മാറുന്നു. 9-ലെ ശനി എപ്പോഴും ജ്ഞാനത്തെ തരുന്ന ശനിയാണ്. അത് മീനൻ രാശിയിൽ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനീശ്വരനാണ്. അപ്പം മീനൻ രാശി എന്ന് പറഞ്ഞാൽ തന്നെ ഗുരുവിൻ്റെ രാശിയാണ്, അതായത് വ്യാഴത്തിൻ്റെ രാശി. അപ്പോൾ നമുക്ക് ഗുരുവിൻ്റെ അനുഗ്രഹപ്രകാരം നമുക്ക് കുറേ അധികം ജ്ഞാനം ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഇടത്തരം പ്രായമൊക്കെ കഴിഞ്ഞവരല്ല, ചെറുതാണെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ, നിഗൂഢമായ ശാസ്ത്രങ്ങൾ അറിയണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണിത്. അപ്പോൾ ആ ഗുരുതത്വ രാശിയിൽ നമുക്ക് ശനീശ്വരൻ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. വ്യാഴം 12-ലാണ് മെയ് മാസത്തോടു കൂടി വരുന്നത്. അപ്പോൾ ആ മെയ് മാസവും ഈ 9-ലെ ശനിയും, പിന്നെ രാഹു അഷ്ടമത്തിൽ. ഈ രാഹുവിനെയാണ് നമ്മൾ ഇത്തിരി പേടിക്കേണ്ടത്. രാഹു എപ്പോഴും പതുക്കെ പോകുന്ന ഒരു ഗ്രഹമാണ്. അപ്പം നമ്മുടെ ചില കാര്യങ്ങൾ ഒരു പ്രാവശ്യം പോകേണ്ടടത്ത് 10 പ്രാവശ്യമൊക്കെ നടത്തിക്കും. പക്ഷെ കാര്യം നടത്തി തരും, പക്ഷെ പതുക്കെ ആയിരിക്കും. അതിൽ നമ്മൾ ദേഷ്യം വരികയോ അങ്ങനെയൊന്നും ഇല്ലാതെ മനസ്സൊക്കെ ഒന്ന് നല്ല റിലാക്സ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതിലിപ്പോൾ പോയ നക്ഷത്രക്കാരായ കുട്ടികളായാലും അമ്മമാരാണെങ്കിലും ഏറ്റവും നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോവുക. ഇത് ചന്ദ്രൻ്റെ രാശിയാണല്ലോ, പോയ നക്ഷത്രം കർക്കിടക. അപ്പം ഏറ്റവും അടുത്ത് തട്ടകത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ നമ്മളൊക്കെ ചെയ്യുക. അതേപോലെ ഈ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരന് പറ്റത്തക്ക വഴിപാട് ചെയ്യുക. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പിൻവിളക്ക് മുൻവിളക്ക് ധാര എന്നതൊക്കെ കൊടുക്കുക. വിദേശവാസത്തേക്കൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും ഇതൊക്കെ ഇവിടെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒക്കെ നന്നായിട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ഭാവം ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നതാണ്. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർക്കിടകം രാശിയാണ്. അവരെ സംബന്ധിച്ചും ഇതേപോലെ അഷ്ടമത്തിലേക്ക് രാഹു വരികയും 2-ലേക്ക് കേതു വരികയും ചെയ്യുന്നുണ്ട്. അഷ്ടമത്തിലേക്ക് രാഹു വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി 2-ാം ഭാവത്തിലാണ് കേതു വരിക, ചിങ്ങൻ രാശിയിൽ. അപ്പോൾ വാക്കുകളെ വളരെയധികം സൂക്ഷിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കിലൂടെ നമ്മൾ പല ദോഷങ്ങളെ ഉണ്ടാക്കും. കേതു എന്ന് വെച്ചാൽ സൂര്യൻ്റെ രാശിയിലും കൂടിയാണ്. അപ്പോൾ ഗവൺമെൻറ്റൊക്കെ ആയിട്ട് എന്തെങ്കിലും കേസ് വഴക്ക് അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ വളരെ നേർമതയോടുകൂടി സംസാരിക്കുക. അതാണ് നമുക്ക് ഏറ്റവും സേഫായിട്ടിരിക്കുക. അതേപോലെ 9-ൽ ശനിയാണ്. 9-ാം ഭാവത്തിലെ ശനിയെ എപ്പോഴും ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുക, ഭജന ചെയ്യുക. ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പങ്കെടുക്കുക, മനസ്സിനൊക്കെ ഒന്ന് റിലാക്സ് ആക്കുക, നാവിനെ വളരെയധികം കെയർ ചെയ്യുക. 1.5 വർഷക്കാലം കേതുപടിയുണ്ട് നമുക്ക്. അപ്പോൾ ഈ പാപഗ്രഹങ്ങൾ ഇപ്പോൾ ഇവിടെ ചിങ്ങമാസത്തൊക്കെ വരുമ്പോൾ സൂര്യനും കേതുവും കൂടി ഒന്നിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഒന്നും കൂടി ദേഷ്യക്ക് കൂടുന്നൊരു സമയമാണ്. അപ്പോൾ നിധി, വാക്ക് എന്നൊക്കെയാണ് 2-ാം സ്ഥാനത്തിന് നമ്മൾ പറയാം. അപ്പോൾ ആ നിധി കിട്ടുന്നത് നമ്മുടെ വാക്കുകളിലൂടെയാണ്. അപ്പോൾ നമ്മുടെ വാക്ക് വളരെയധികം കെയർ ചെയ്യുക. ഇതാണ് ആയില്യ നക്ഷത്രക്കാർക്കുള്ള ഏറ്റവും കൂടുതൽ പറയേണ്ടത്. വ്യാഴം 12-ലാണ്. അത് മനസ്സിലാക്കി നമ്മുടെ വാക്കിനെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷെ രോഗാവസ്ഥകൾ നോക്കണം. രോഗം ഈ രാഹു അഷ്ടമത്തിലായതുകൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ രോഗത്തെ ആയാലും നമ്മുടെ വാക്കുകളൊക്കെ വളരെ കുറച്ചൊക്കെ മൗനവ്രതത്തിലിരിക്കുക. അപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മകനക്ഷത്രക്കാരെ സംബന്ധിച്ച്, ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിൽ രാഹു വരികയും അത് കഴിഞ്ഞ് അഷ്ടമത്തിലേക്കാണ് അവർക്ക് ശനി പോകുന്നത്. അഷ്ടമത്തിലാണ് 29-ാം തീയതിക്ക് ശേഷം ശനീശ്വരൻ വരുന്നത്. പിന്നെ മെയ് മാസത്തിലാണ് രാഹു ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു 1.5 മാസമൊക്കെ ശനിയും രാഹുവും കൂടി ഒന്നിച്ച് അഷ്ടമത്തിലാണ്. അതും മീനൻ രാശിയിലാണ്. അപ്പോൾ അത് വളരെയധികം രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്, ഈ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗങ്ങളാണ് കൂടുതൽ വരുത്തുന്നത്. വിഷുഫലത്തിൻ്റെ ആദ്യ 2-3 മാസം അവർ വളരെ കെയർ ചെയ്യുക, രോഗത്തെ വളരെയധികം ശ്രദ്ധിക്കുക. കാല്, മുട്ട് വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക.
നന്നായിട്ട് മരുന്ന് ആയുർവേദമൊക്കെ ആയിട്ട് കഴിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനി എപ്പോഴും ഗുരുവിൻ്റെ രാശിയിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ആയുർവേദ മരുന്നുകൾ കഴിച്ചാലും നമുക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ രാഹുവാണ് 7ാം ഭാവത്തിൽ വരുന്നത്. 7ാം ഭാവം തന്നെ നമ്മുടെ നിവർത്തിച്ചു തരുന്ന ഭാവമാണ്. എന്ത് കാര്യവും നിവർത്തിച്ചു തരുന്നൊരു ഭാവമാണ് 7ാം ഭാവം. അപ്പം അവിടെ തന്നെ രാഹു വന്ന് നിൽക്കുമ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ഒരു പ്രാവശ്യമല്ല പോകേണ്ടത്, 1, 2, 3 പ്രാവശ്യം പോയാൽ മാത്രമേ നമുക്കത് സാധിച്ചു തരുന്നുള്ളൂ. പിന്നെ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11ാം ഭാവത്തിൽ നമുക്ക് വ്യാഴമുണ്ട്. ചിങ്ങൻ രാശിക്കാർക്ക് 11ാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അത് സർവ്വ ഈശ്വരകാരകത്വമാണ്. അപ്പം എത്രയൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും ആ 11ാം ഭാവം കൊണ്ട് വ്യാഴം കൊണ്ട് അതിനൊക്കെ ഹനിക്കാനും നമുക്ക് കഴിവുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഈ ഒരു വർഷം വളരെയധികം ചിങ്ങൻ രാശിക്കാർ, ഈ മകം നക്ഷത്രക്കാരും വളരെയധികം സൂക്ഷിക്കുക. ഒരു കൊല്ലം നന്നായിട്ട് ഭഗവാനെ വിളിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാട് ചെയ്യുക, പിന്നെ സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. രാവിലെ എണീറ്റാൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്ത് കാര്യം എന്നൊക്കെ ചിന്തിക്കുക. ആ രാശിയിൽ തന്നെയാണ് കേതു വരുന്നത്. അതാണ് രോഗത്തെ ഉണ്ടാക്കും എന്ന് പറയാൻ കാരണം. അപ്പം രാഹു മാറുമ്പോൾ കേതുവും മാറുന്നു. അപ്പോൾ അവിടെ തന്നെ ആ ചിങ്ങൻ രാശിയിൽ തന്നെ കേതു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. രോഗാവസ്ഥകളും മറ്റും സൂക്ഷിക്കണം. പക്ഷെ സർവ്വ ഈശ്വരകാരകത്വമായിട്ടുള്ള വ്യാഴം 11-ലുള്ളത് കൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പക്ഷെ വളരെ ശ്രദ്ധിക്കുക. കുട്ടികളാണെങ്കിലും ബൈക്കൊക്കെ എടുത്തു പോകുന്നത്, ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ബൈക്കൊക്കെ എടുത്തു പോകുന്നവരാണ്. ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക, മുന്നോട്ട് പോവുക. പിന്നെ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് നമുക്ക് വേല് വഴിപാട് കൊടുക്കുക, അതൊക്കെ നല്ലതാണ്. പിന്നെ ഇങ്ങനെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളുള്ളവരാണെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ട് ദുർഗാദേവി ക്ഷേത്രത്തിൽ ജയദുർഗ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യാം. അപ്പോൾ ചുമന്ന പൂവ് തന്നെ വേണം അതിന്. ഏറ്റവും നല്ലത് ചെത്തിപ്പൂവാണ്. ആ ചെത്തിപ്പൂവിനകത്ത് നാര് കളഞ്ഞ് ജയദുർഗ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പം എനിക്ക് 7-ലുള്ള തടസ്സവും മാറി അഷ്ടമത്തിലുള്ള ശനീശ്വരൻ്റെ തടസ്സങ്ങളൊക്കെ കുറേ കിട്ടും നമുക്ക്. പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് നവഗ്രഹങ്ങൾക്ക് ഒരു പട്ടും പൂജയൊക്കെ കൊടുക്കുക മാസത്തിലൊരിക്കൽ. അങ്ങനെ ഈ ഒരു വർഷം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു രാശിയാണ് മകനക്ഷത്രം. പൂരനക്ഷത്രക്കാർ ചിങ്ങിക്കൂറുകാർ തന്നെയാണ്. അവരെ സംബന്ധിച്ചും അഷ്ടമത്തിലേക്കാണ് ശനീശ്വരൻ മാറുന്നത്. ശനീശ്വരൻ അഷ്ടമത്തിൽ വരികയും വ്യാഴം 11-ൽ വന്നു. രാഹു ആണെങ്കിൽ 7ാം ഭാവത്തിൽ. ഇപ്പം ലഗ്നത്തിൽ തന്നെ കേതുവും വന്നു. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവരെപ്പോഴും രോഗാവസ്ഥയെ വളരെയധികം കെയർ ചെയ്യണം. അതാണ് ഏറ്റവും ചെറിയ രോഗമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എന്താണ് പറ്റുന്നത്, ചെറിയ ചുമയാണെങ്കിൽ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ആ തിരിച്ചറിവിനെ ഉണ്ടാക്കി തരാൻ നമുക്കിവിടെ വ്യാഴമുണ്ട് 11-ൽ. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് പെട്ടെന്ന് മാറ്റാനും വ്യാഴം സർവ്വ ഈശ്വരകാരകത്വം. ആ ബുധൻ്റെ ക്ഷേത്രത്തിൽ തന്നെ വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം. പിന്നെ ഈ കുട്ടികളിപ്പോൾ വിദേശത്തൊക്കെ പോയി ഇരിക്കുന്ന കുട്ടികളും പഠിക്കാൻ പോയ കുട്ടികളൊക്കെ ആണെങ്കിലും അവരുടെ വീട്ടുകാരായാലും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിഷ്ണുവിനെ ഭജിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായി പോവുക. അതേപോലെ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് വില്ലുവാർച്ചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന കൊടുക്കുക. പിന്നെ രോഗാവസ്ഥകൾ വളരെ ചെറുതായി മാറാനായിട്ട്, അത് വലിയ രോഗമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായി വരാനായിട്ട് രുദ്രാഭിഷേകം കൊടുക്കുക. രുദ്രാഭിഷേകം ഏറ്റവും നല്ലൊരു വഴിപാടാണ്. അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂരനക്ഷത്രക്കാർക്കും ഏറ്റവും നല്ലതാണ് വരുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. ഉത്രനക്ഷത്രത്തിൻ്റെ കാൽഭാഗം മാത്രമാണ് നമുക്ക് ചിങ്ങത്തിലുള്ളത്. ബാക്കി 3/4 ഭാഗവും നമുക്ക് കന്നിയിലാണുള്ളത്. അപ്പോൾ കാൽഭാഗമുള്ളവരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് ശനീശ്വരൻ വന്നിരിക്കുന്നത്. 11-ൽ നമുക്ക് വ്യാഴം വന്നിട്ടുണ്ട്. 7-ൽ രാഹുവാണ്. ലഗ്നത്തിൽ തന്നെ കേതുവാണ്. ഇപ്പം രോഗങ്ങളെയാണ് ചിങ്ങക്കൂറുകാർ എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്ന ഈ നക്ഷത്രക്കാർ മുഴുവൻ വളരെ രോഗങ്ങളെ ശ്രദ്ധിക്കണം. പിന്നെ ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ തടസ്സങ്ങളൊക്കെ ആദ്യ ഭാഗങ്ങളിൽ ഉണ്ടാവും. പിന്നെ അതിനൊക്കെ നമ്മൾ മറികടന്ന് ദേവീക്ഷേത്രത്തിൽ പോവുക, ചുവന്ന പൂക്കൾ കൊണ്ട് 7 ദിവസം അടുപ്പിച്ച് അർച്ചന കൊടുക്കുക. അത് ജയദുർഗ എന്ന് പറയുന്നത് ജയിച്ചു വരാനുള്ള ഒരു ദേവിയുടെ ഒരു പൂജയാണ്. അതിന് മാത്രമായിട്ടുള്ളൊരു മന്ത്രമാണ്. അപ്പോൾ അത് ചെയ്യുക. ലളിതാ സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. അതൊക്കെയാണ് ഈ ഉത്രനക്ഷത്രത്തിൻ്റെ കാൽഭാഗത്ത് ചിങ്ങക്കൂറിലുള്ളവർ ചെയ്യേണ്ടത്. കന്നിക്കൂറുകാരിൽ ഉത്തരത്തിൻ്റെ 3/4 ഭാഗവും കന്നിക്കൂറിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലേക്കാണ് നമുക്ക് ശനീശ്വരൻ വരുന്നത്.
ഏഴിലെ ശനി കണ്ടകശനിയാണ്. നന്നായിട്ട് ശനീശ്വരനെ നന്നായിട്ട് കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏഴിലെ ശനിയാണ് ഭയങ്കര ദോഷം ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും ശനിയെ ഞാൻ ഇത്രയും ജാതകമൊക്കെ നോക്കുന്നതിൽ ശനീനെ എപ്പോഴും നന്നായി സ്നേഹിക്കുകയും നമ്മുടെ കർമ്മത്തിൽ വളരെയധികം നല്ല രാശിയിലാണ് ശനി നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശനീശ്വരൻ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ കന്നി രാശിക്കാരെ സംബന്ധിച്ച് 10ലേക്ക് വ്യാഴവും 7ല് ശനിയുമാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ അവിടെ രാഹു ഉണ്ട് 6ാം ഭാവത്തിൽ, കേതു 12ലും. അപ്പൊ ആദ്യം കുറച്ച് തടസ്സങ്ങൾ വന്നാലും അത് മുന്നിലേക്ക് പോകാൻ നല്ലൊരു വഴി കാണിച്ചു തരും. അപ്പൊ ആദ്യത്തെ ഒരു തടസ്സത്തിൽ നമുക്ക് അലസത വരും. ശനി 7ലൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും അലസത വരും. നമുക്ക് അത് വേണ്ട, അത് ചെയ്താൽ അത് ശരിയാവില്ല എന്നൊക്കെ നമ്മളെ സ്വയം മനസ്സുകൊണ്ട് പറയും. അങ്ങനെയല്ലാതെ നമ്മൾ മുന്നോട്ട് പോകണം. നമുക്ക് കുട്ടികളിലൊക്കെ 1 വട്ടം 2 വട്ടം 3 വട്ടമൊക്കെ ശ്രമിച്ചാലാണ് നമുക്ക് വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു PSCയുടെ അതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. നന്നായി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടും. കിട്ടായികയില്ല, പക്ഷെ ശ്രമിക്കാൻ നമുക്കൊരു മടി വരും. ആ മടി മാറാനാണ് നമ്മൾ ശിവന്റെ അമ്പലത്തിൽ പോകുന്നതും അവിടെ ധാര കൊടുക്കുന്നതും. വെള്ളം ആണെന്ന് വെച്ചാൽ വെള്ളം കൊണ്ട് മതി. അല്ല, കരിക്ക് കൊണ്ടാണ് ധാര കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ ഒരു കരിക്ക് ഇളനീര് കൊണ്ട് ഒരു ധാര കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ആ കർമ്മത്തിലാണല്ലോ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കന്നിയിലിരിക്കുന്ന ഉത്തര നക്ഷത്രക്കാർക്കും നല്ലതാണ്. അതേപോലെ ഈ ചിങ്ങത്തിലിരിക്കുന്ന ഉത്തര നക്ഷത്രക്കാർ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും നല്ല ഒരു സമയമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കന്നിക്കൂറിലുള്ള അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലേക്ക് നമുക്ക് ശനീശ്വരൻ വരുന്നുണ്ട്. വിഷുഫലം അനുസരിച്ച് 7ലേക്ക് ശനീശ്വരൻ മാർച്ച് 29 വരുന്നുണ്ട്. നമ്മൾ മാർച്ച് 29 വന്നിട്ടുണ്ട്. പിന്നെ മെയിലാണ് നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ അത്ത നക്ഷത്രക്കാർ 7ാം ഭാവത്തിൽ കണ്ടകശനിയുടെ കാലഘട്ടമാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചത് ഇപ്പം നടക്കും എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നത് പെട്ടെന്ന് നടന്നൊന്നും വരില്ല. അതൊരു പ്രാവശ്യത്തിന് 2 പ്രാവശ്യമൊക്കെ നമുക്ക് പോണ്ടി വരും. അപ്പം അത് പിന്നെ നമുക്ക് അലസത പാടില്ല, മടി പാടില്ല. നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ഇപ്പം നടക്കുമെന്ന് വിചാരിച്ചതാണ്, അത് നടക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ അതിലൊന്നും നമുക്ക് ഒരു കുഴപ്പങ്ങളില്ല, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ 10ാം ഭാവത്തിലാണ് നമ്മുടെ വ്യാഴം നിൽക്കുന്നത്. ആ 10ലെ വ്യാഴം എപ്പോഴും നല്ലതാണ്, കർമ്മത്തിലാണ് നിൽക്കുന്നത്. സാമ്പത്തികമായിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ കൊടുത്തവരിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം വിചാരിച്ച പോലെ ഇങ്ങോട്ട് നടന്നു എന്ന് വരില്ല. പക്ഷെ അതിനൊക്കെ നമ്മൾ ശിവനെ തന്നെ ധ്യാനിക്കുക. പിന്നെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യാം. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ വ്യാഴമൊക്കെ നമുക്ക് നല്ല ഈശ്വരകാരകത്വമായിട്ട് വരും. 10 നക്ഷത്രക്കാരെ സംബന്ധിച്ച് അധികം ബുദ്ധിമുട്ടില്ലാതെ പോകാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ കേതുവൊക്കെ ഉണ്ട് 12ൽ. അത് സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ്. നമുക്ക് കേസ്, കോടതി അങ്ങനെയൊക്കെ വല്ലതുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട്, ബുധനാണ് രാശി, ബുധൻ്റെ രാശിയിലാണ് അത്ത നക്ഷത്രം. അപ്പോൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട് ഒരു കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിപൂർവ്വം നമ്മൾ നമ്മുടെ വക്കീലുമായിട്ട് സംസാരിച്ച് നമ്മുടെ കേസും കോടതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ 2.5 വർഷമാണ് ശനീശ്വരൻ ഇവിടെ നിൽക്കുന്നത്. ഈ 2.5 വർഷവും നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് നമുക്ക് ഇന്ന് വന്നാൽ ഇപ്പം എന്തൊക്കെ ആവും എന്നൊക്കെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ എഴുതി വെച്ച് പോലെ നമ്മൾ പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം നമ്മളത് തുടർന്ന് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഏറ്റവും നല്ലതായിട്ടൊരു ഭാവത്തിലെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അത്ത നക്ഷത്രക്കാർ നോക്കേണ്ടത്. ചിത്തിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം നമുക്ക് കന്നിയിലും ബാക്കി പകുതി ഭാഗം നമുക്ക് തുലാത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ 2 രാശിയിൽ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നി രാശിയിൽ നിൽക്കുന്നവർക്ക് കണ്ടകശനിയാണ്. തുലാൻ രാശിയിൽ നിൽക്കുന്നത് അവർക്ക് കണ്ടകശനിയൊന്നുമില്ല, 6ലെ ശനീശ്വരനാണ്. അപ്പോൾ 6ലെ ശനീശ്വരൻ ഏറ്റവും നല്ലൊരു ഭാവമാണ്. എന്ത് ധൈര്യം തരും, നമുക്ക് എന്ത് വേണമെങ്കിൽ ആവട്ടെ മുന്നോട്ട് പോവാം എന്നൊക്കെയുള്ളൊരു ധൈര്യം തരും. ഈ കന്നി രാശിയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ 7ലാണ് തടസ്സങ്ങളാണ് സൃഷ്ടിക്കുക. അപ്പോൾ ഈ 2 ഭാവത്തിൽ നിൽക്കുന്നവർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 9ാം ഭാവത്തിലാണ് തുലാം രാശിക്കാർക്ക് വ്യാഴം വരുന്നത്. ഇത്ര നാളെ അവർ കഷ്ടമത്തിലായിരുന്നു. ഈ മെയ് മാസം 14-ാം തീയതിയോട് കൂടി അവർക്ക് 9ലേക്ക് വരുന്നു, ഇവർക്ക് 10ലേക്ക് വരുന്നു. അപ്പോൾ വ്യാഴത്തിന് തന്നെ സർവ്വ ഈശ്വരകാരകത്വം ഉണ്ട്. നല്ലപോലെ പ്രാർത്ഥിക്കുക. ശനിയാണെങ്കിൽ ഈ തുലാം രാശിക്കാർക്ക് 6ലെ ശനി ഏറ്റവും നല്ല രാശിയാണ്. കാര്യങ്ങളൊക്കെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അത് നന്നായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ കുട്ടികളാണെങ്കിലും ചിത്തിര നക്ഷത്രക്കാര് ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഗവൺമെൻറ് ജോലിയല്ല, സാധാരണ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതാണെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ച് വലിയ തടസ്സങ്ങളില്ല, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
അപ്പോൾ ഗണപതിക്കാണ് നമ്മളിവിടെ കൂടുതൽ കറുകമാല കൊടുക്കുക, അട, ഒറ്റപ്പം നിവേദ്യം കൊടുക്കുക, ദേവീക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാട് ചെയ്യാം, ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കന്നിയിലിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്കും അത്ത നക്ഷത്രക്കാരും തുലാത്തിലിരിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്കും തമ്മിൽ നന്നായിട്ട് പോകാനായിട്ട് സാധിക്കും. ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴമായിരുന്നു ഒരു വർഷമൊക്കെ ആയിട്ട്. അപ്പോൾ ആ വ്യാഴമൊക്കെ ഒന്ന് മാറി അത് മെയ് മാസം 14-ാം തീയതിയോട് കൂടി 9-ലെത്തും. അപ്പം മെയ് വരയ്ക്ക് നമ്മൾ 9-ാം ഭാവത്തിൽ എത്തണം. പക്ഷെ ഇവിടെ നമുക്ക് 6-ലേക്ക് ശനീശ്വരൻ വരും. അപ്പോൾ വേറെ ഇതൊന്നല്ല, മെയ് വരയ്ക്ക് നമ്മൾ വളരെയധികം കെയർ ചെയ്യണം. രോഗാവസ്ഥകളൊക്കെ ഉള്ളവരാണെങ്കിൽ, ചോദ്യ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ആ തുലാക്കൂറിലുള്ളവർക്ക് ചിലവർക്കൊക്കെ വന്നിട്ടുണ്ടാവാം രോഗാവസ്ഥകളൊക്കെ, അതൊക്കെ നോക്കി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ മെയ് 14-ാം തീയതിക്ക് അപ്പുറം അവർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ്. 9-ലാണ് നമ്മുടെ വ്യാഴം. അപ്പോൾ ഇത്ര നാൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ദോഷ ദുരിതങ്ങളൊക്കെ ഒന്ന് മാറി നമ്മുടെ വ്യാഴം നമുക്ക് ഏറ്റവും നല്ല ഭാവങ്ങൾ തരാനുള്ള, നമ്മുടെ മനസ്സൊക്കെ ഒന്ന് സന്തോഷവും സമാധാനവും സാമ്പത്തികവുമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം അതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് തരിക. പിന്നെ ഈ 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 3-ലേക്കാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇന്ന് കൊടുത്ത ധനം തന്നെ ഇപ്പോൾ കിട്ടും എന്നുള്ള ധാരണയിൽ പോകരുത്. നമ്മൾ വർക്ക് ചെയ്യുക, ആ വർക്കിലൂടെ ഉണ്ടാകുന്ന ധനമാണ് നമുക്ക് കൂടുതലായിട്ട് 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നമുക്ക് തരുന്നത്. പിന്നെ ഇവിടെ ശനിയെ കൊണ്ട് നമുക്ക് ദോഷങ്ങളില്ല. പിന്നെ 11-ലാണ് നമുക്ക് കേതു. അപ്പൊ പാപഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും 11-ാം ഭാവത്തിൽ കേതു നിന്നുകൊണ്ട് നമുക്ക് ദോഷമില്ല. ഇപ്പൊ തുലാരാശിക്കാരെ സംബന്ധിച്ച് 11-ൽ കേതു നിന്നതുകൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും വരുന്നില്ല. ചില കാര്യങ്ങൾക്ക് ഈ സാമ്പത്തികമായിട്ട് ഇന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് കിട്ടിയെന്ന് വരില്ല, പക്ഷെ അത് കിട്ടും. അപ്പൊ പാപഗ്രഹങ്ങളായാലും ഏത് ഗ്രഹങ്ങളായാലും 11-ാം ഭാവം ഏറ്റവും നല്ല ഭാവമാണ്. അപ്പോൾ കേതു 11-ൽ നിൽക്കുന്നതും ഈ തുലാരാശിക്കാർക്ക് ഏറ്റവും ഉത്തമമാണ്. പിന്നെ പുറത്തേക്കൊക്കെ വിദേശത്തേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാനായിട്ട് പൈസ കെട്ടി ജോലിയൊക്കെ എടുക്കുന്നവർ, അവരൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9-ാം ഭാവത്തിൽ വ്യാഴാണ്. നമുക്കത് പൈസ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 3 മാസം 2 മാസത്തിനുള്ളിൽ പോവാമെന്ന് പറഞ്ഞിട്ട് നിന്നാലും അത് നടന്നില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കെയർ ചെയ്ത് ശ്രദ്ധയോടുകൂടി ചെയ്താണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ പുതിയ പുതിയ ഓഫറുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, അങ്ങനെ ഒരു പുതിയ ഓഫർ വന്നാൽ ഉടനെ പൈസ കൊണ്ട് കൊടുക്കാനോ അതിനല്ല. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. അതാണ് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ശിവന്റെ അമ്പലത്തിൽ പോവാം, നല്ല വടിയെ പ്രാർത്ഥിക്കുക. അതുപോലെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ ഗ്രഹങ്ങൾക്ക് പൂജ കൊടുക്കുക. പിന്നെ ഇവിടെ 9-ാം ഭാവത്തിൽ വ്യാഴമുള്ളത് കൊണ്ട് ഇടവിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാട് ചെയ്യുക, ഗണപതിക്ക് ഒരു കറുകമാലയൊക്കെ കൊടുത്ത് ശരീര സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളോ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് സാധിക്കും. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് 1/4 ഭാഗവും തുലാം രാശിയിലാണ്, 1/4 ഭാഗം മാത്രമാണ് വൃശ്ചിക രാശിയിലുള്ളത്. അപ്പോൾ ഈ 1/4 ഭാഗവും ഉള്ളപ്പോൾ ഈ വിശാഖ നക്ഷത്രക്കാർക്ക് ഇതുപോലെ അഷ്ടമത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്, അത് 9-ാം ഭാവത്തിലേക്ക് മാറുകയും ശനിയാണെങ്കിൽ നമ്മുടെ 5-ാം ഭാവത്തിൽ നിന്ന് നമുക്ക് 6-ാം ഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ 6-ാം ഭാവത്തിലൊക്കെ ഈ പാപഗ്രഹങ്ങൾക്ക് ഏറ്റവും നല്ല രാശിയാണ് 6-ാം ഭാവം, 11 11 എല്ലാ ഗ്രഹങ്ങൾക്കും ഏറ്റവും നല്ലൊരു ഭാവമാണ്. അപ്പോൾ ഇതിലിരിക്കുന്ന വിശാഖ നക്ഷത്രക്കാരെ 1/4 ഭാഗവും ഉള്ളവർ ഈ ഒരു മാസം, അതായത് മെയ് മാസത്തോടു കൂടി അവരുടെ ഏറ്റവും കഷ്ടനഷ്ടങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് വ്യാഴം, അതായത് സമ്പത്തിൻ്റെ കാരകത്വമുള്ള വ്യാഴം 9-ലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം അത് ഏറ്റവും നല്ലൊരു ഭാവമാണ് അവർക്ക്. പക്ഷെ ഇത്ര നാൾ നമ്മളെ കുറേ കഷ്ടപ്പെടുത്തിയിരുന്നു, രോഗങ്ങളായിട്ടും ടെൻഷനായിട്ടും ഒക്കെ. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാനായിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കുട്ടികളാണെങ്കിലും ചിലപ്പോൾ പൈസയൊക്കെ കൊടുത്തിട്ട് അത് ബ്ലോക്കായി കിടക്കുന്നവരൊക്കെ ഉണ്ടാവും, അതൊക്കെ കിട്ടാനൊക്കെ ഉള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടോ വല്ല കേസിലോ അങ്ങനെയൊക്കെ കിടക്കുന്ന ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരണം. പക്ഷെ ഇവിടെ ശനിയാണ് 6-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ അതുമാത്രമല്ല, നന്നായിട്ട് ഈ ശനി കൃത്യമായിട്ട് പോകുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ കേതു ഇവിടെ 11-ാം ഭാവത്തിലുള്ളത് കൊണ്ടും. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ഗണപതിക്ക് മാല കൊടുക്കുക, ശിവനെ നന്നായിട്ട് ആരാധിക്കുക. ഇതൊക്കെ തന്നെയാണ് വിശാഖ നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗമുള്ള തുലാക്കൂറുകാർക്ക്. ഇനി വൃശ്ചികത്തിലുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സംബന്ധിച്ച് ഇവർക്ക് 7-ലായിരുന്നു വ്യാഴം, ഇനിയാണ് ഇവർക്ക് അഷ്ടമത്തിൽ പോകുന്നത്. അപ്പം 7-ൽ ഇത്രയും നാൾ നമുക്കൊരു പ്രതിസന്ധി ഇല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു,
നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ 4-ലായിരുന്നു ശനി. അവരുടെ കണ്ടകശനിയൊക്കെ ഒന്ന് മാറി 5-ാം ഭാവത്തിലേക്ക് ശനീശ്വരൻ വരുന്നുണ്ട്. 5-ൽ ശനി വരുമ്പോൾ നമ്മൾ വളരെ കെയർ ചെയ്യണം. മനസ്സിനെ പല കാര്യങ്ങളും നമുക്ക് അലട്ടും. ഇവിടെ അഷ്ടമത്തിലെ വ്യാഴാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് 5-ാം ഭാവം നമ്മുടെ സന്താന ഭാവമാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ അല്ലെങ്കിൽ പഠനത്തിന് പോകാനുള്ള സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരു പ്രാവശ്യത്തിന് 2 പ്രാവശ്യമൊക്കെ പോകേണ്ടി വരും. പക്ഷെ എന്നാലും അത് നടത്തിയിരിക്കും. എന്നുവെച്ചാൽ അഷ്ടമത്തിലെ ഇരിക്കുന്ന ഈ വ്യാഴം നമ്മുടെ ഈ വൃശ്ചിക രാശിയുടെ 2-ാം ഭാവത്തിലേക്കാണ് നോക്കുന്നത്. 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ നിധി, കോശം, ധനം, വാക്ക്, അതാണ്. അപ്പൊ ഈ 2-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ വാക്കുകൾ അവിടെ പോയി നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2-ാം ഭാവത്തിലുള്ള വ്യാഴത്തിനെ നമ്മൾ കയ്യിൽ കിട്ടും. ഇപ്പൊ വിഷ്ണു ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ പോകേണ്ടത്. ഇവിടെ അഷ്ടമഭാവമാണ്. രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ചെറിയൊരു പനിയാണെങ്കിൽ പോലും നമ്മൾ ഡോക്ടറെ കാണിക്കണം. രോഗാവസ്ഥകളാണ് അഷ്ടമത്തിലെ വ്യാഴത്തെ കൊണ്ട് കൂടുതൽ പറയുക. സാമ്പത്തികം അല്ല അവിടെ വിഷയം, രോഗങ്ങളെ ഉണ്ടാക്കും. പിന്നെ 5-ലെ ശനീശ്വരൻ ഉണ്ടാവുന്നതും. പിന്നെ കർമ്മത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കർമ്മത്തിലാണ് കേതു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാക്കാം. പെട്ടെന്നായിരിക്കും കമ്പനിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരിക. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മ മേഖലയിൽ പെട്ടെന്നായിരിക്കും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് കുറച്ച് നാൾ ബ്ലോക്കൊക്കെ ആയിട്ട് വരിക. അപ്പോൾ കർമ്മത്തിൽ ദോഷങ്ങളൊക്കെ മാറാൻ ദേവീ ക്ഷേത്രത്തിൽ പോവുക, ജയദുർഗ കൊണ്ട് കർമ്മം ചെയ്യുക, ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. അതൊരു 7 ദിവസം അടുപ്പിച്ച് 36 വീതം ചെയ്യുക. ശിവന്റെ അമ്പലത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക. വ്യാഴാഷ്ടമത്തിലായതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. വീട്ടിലിരുന്ന് ഇന്ന് രാവിലെ ഒരു നെയ്വിളക്ക് കത്തിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അപ്പോൾ ഈ 2 രാശിയിലും 2 വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അവർ കൃത്യമായിട്ട് നോക്കി നമുക്ക് ഈ ഒരു വർഷം നന്നായിട്ട് പോകാനായിട്ട് സാധിക്കും. അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു വൃശ്ചികക്കൂറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നക്ഷത്രമാണ്. അവർക്ക് ഇത്ര നാള് 7-ാം ഭാവത്തിലായിരുന്നു വ്യാഴം. അപ്പം നല്ലൊരു സമയമായിരുന്നു സാമ്പത്തികമായിട്ടും. വീട്ടിൽ വിവാഹാദി കാര്യങ്ങളും മറ്റുള്ള പുതിയ വീട് പുതുക്കിപ്പണിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ 4-ാം ഭാവത്തിൽ അവർക്ക് ശനിയുണ്ട്. ആ ശനി 4-ൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വീട് പുതുക്കിപ്പണി അല്ലെങ്കിൽ വീടിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം ഇത് 5-ാം ഭാവത്തിലേക്കാണ് പോകുന്നത്. 5 നമ്മുടെ സന്താന ഭാവം കൂടിയാണ്, നമ്മുടെ മനസ്സും കൂടിയാണ്. അപ്പം നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പല പ്രതിസന്ധികളും നമുക്ക് ഉണ്ടാവാം. നമ്മുടെ സന്താനങ്ങളെ കുറിച്ചിട്ടുണ്ടാവാം, വിവാഹം കഴിച്ചിട്ടുണ്ടാവുന്ന പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് വിദേശ പഠനത്തിന് സാമ്പത്തികമായിട്ട് ബ്ലോക്ക് വരുന്നത്. ഇതിനൊക്കെ മാറ്റം വരുത്താനായിട്ട് നമുക്ക് വിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ശിവക്ഷേത്രത്തിൽ മുൻവിളക്ക് ധാര കൊടുക്കുക, രുദ്രാഭിഷേകം കൊടുക്കുക. പിന്നെ കർമ്മത്തിലുണ്ടാവുന്ന തടസ്സമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. നമ്മളൊരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബ്ലോക്കുകൾ അതൊക്കെ മാറിക്കിട്ടാനായിട്ട്, അത് ഉണ്ട് നമ്മുടെ കർമ്മത്തിൽ എന്തോ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ തട്ടകത്ത് ഏറ്റവും അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവുക, ദേവീനെ നന്നായിട്ട് ഭജിക്കുക. പിന്നെ ദേവിക്ക് പറ്റത്തക്ക വഴിപാട് ഈ ജയദുർഗയാണ് ഈ കർമ്മത്തിലെ എന്ത് തടസ്സവും മാറാനും. അതൊരു 7 ദിവസം അടുപ്പിച്ച് ആ പൂജ ചെയ്യുക, ജയദുർഗ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യുക. ഇതാണ് അനിഴ നക്ഷത്രക്കാരെ വൃശ്ചികക്കൂറിലുള്ളവർ പറയാനുള്ളത്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7-ലായിരുന്ന വ്യാഴം അഷ്ടമത്തിലേക്കാണ് വരുന്നത്. അപ്പം അഷ്ടമത്തിൽ എപ്പോഴും നമ്മൾ രോഗങ്ങളെയാണ് നമ്മളെപ്പോഴും പറയുക. ഷോൾഡർ വേദന, നെഞ്ച് വേദന, അങ്ങനെയുള്ള പല രോഗങ്ങളുടെ അവസ്ഥകളും നമുക്ക് അഷ്ടമത്തിൽ വരുന്ന ഈ വ്യാഴത്തിനുണ്ട്. പിന്നെ ശനിയാണെങ്കിൽ 4-ാം ഭാവത്തിലുണ്ടായിരുന്ന ശനീശ്വരൻ 5-ൽ പോകുന്നുണ്ട്. അപ്പോൾ കണ്ടകശനി നമ്മുടെ മാറി 5-ലേക്കായിരുന്നു ശനിയുടെ മാറ്റം. അതൊരു നല്ലൊരു ഭാവമാണ്. പക്ഷേ ഈ കർമ്മത്തിൽ കേതു വരുന്നത് ഇത്തിരി ദോഷമാണ്. ആ കർമ്മത്തിൽ വരുന്നത്, അപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം വരികയും കർമ്മത്തിൽ കേതുവിൻ്റെ ബന്ധം വരികയും ചെയ്യുമ്പോൾ കർമ്മത്തിലൂടെ നമുക്കിപ്പോൾ നല്ല ഫ്ലോ ആയിട്ട് പോകുന്ന ധനപരമായ കാര്യങ്ങൾക്ക് ഒരു ബ്ലോക്ക് വരും. അപ്പോൾ അവിടെ നമുക്ക് അഷ്ടമത്തിൽ ആ വ്യാഴം കൊടുക്കുന്ന ആ ബ്ലോക്ക് കറക്റ്റായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കർമ്മത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് കമ്പനിയിലായാലോ അല്ലെങ്കിൽ നമ്മൾ പുറപ്പെടുന്ന ഇപ്പോൾ എല്ലായിടത്തേക്കും പോകാനായിട്ട് നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളാണെങ്കിലും നിങ്ങൾ ജയദുർഗാ മന്ത്രം കൊണ്ടൊക്കെ ചെയ്താൽ അതിൽ വലിയൊരു മാറ്റം അവിടെ സംഭവിക്കും. ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക, ദേവിയെ നന്നായിട്ട് ഭജിക്കുക. ദേവിയാണ് ഇവിടെ നന്നായിട്ട്, കേതുവിന് എപ്പോഴും ദേവിയുമായി ബന്ധമുള്ള ഒരു ഗ്രഹമാണ്. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ പോവുക, ദേവീനെ നന്നായിട്ട് ഭജിക്കുക.
ദേവിയുമായിട്ട് സഹസ്രനാമം ചൊല്ലുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റമാവാനും നമുക്ക് നമ്മുടെ കർമ്മത്തിലുണ്ടാകുന്ന സർവ്വദോഷങ്ങളും മാറി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. വ്യാഴമാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. അതൊക്കെയാണ് നമുക്ക് ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയേണ്ടത്. ധനുരാശിയിലെ മൂലനക്ഷത്രം. അപ്പം മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ കഴിഞ്ഞൊരു 2.5 വർഷമായിട്ട് അവർക്ക് 3-ലെ ശനിയായിരുന്നു. പക്ഷെ 3-ലെ ശനിയാണെങ്കിലും 6-ാം ഭാവത്തിലായിരുന്നു അവരുടെ വ്യാഴം നിന്നിരുന്നത്. അപ്പം 3-ലെ ശനി നമുക്കിപ്പോഴും പറയും നല്ല 7-ലെ ശനിയൊക്കെ കഴിഞ്ഞു, 3-ലേക്ക് ശനി വരുമ്പോൾ മുടി വെച്ച് വാഴുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ പറയുക. പക്ഷെ വ്യാഴം അവിടെ ഇത്തിരി 6-ാം ഭാവത്തിലായതുകൊണ്ട് അവർക്ക് അത്രയ്ക്കും ഊഷ്മളമായ ചിലപ്പോൾ ഫലങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും ഇനി 7-ാം ഭാവത്തിലേക്കാണ് നമ്മുടെ വ്യാഴത്തിൻ്റെ വരവ്. അപ്പോൾ 7-ലെ വ്യാഴം എപ്പോഴും നിവർത്തികാരകനാണ്. എന്ത് കാര്യം വിചാരിച്ച പോലെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ഇവിടെ ശനീശ്വരൻ പോകുന്നത് 4-ാം ഭാവത്തിലാണ്. അപ്പോൾ 4-ല് നമുക്ക് ഗുരുവിൻ്റെ രാശിയിലായതുകൊണ്ട് വലിയ ദോഷങ്ങളെയൊന്നും പറയുന്നുണ്ട. കണ്ടകശനിയാണ് എങ്കിലും ആ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലല്ലേ, ആ വ്യാഴം നിൽക്കുന്നത് 7-ാം ഭാവത്തിലും കൂടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് ശനീശ്വരനേക്കാൾ ഇത്തിരി കൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് നമ്മുടെ ഈ വ്യാഴത്തിന് പറ്റും. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോവാം. പുറത്തേക്ക് പോകുന്ന കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വാഹനാദികൾ മേടിക്കാനോ വീട് മേടിക്കാനോ അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ധനം കിട്ടുന്ന ഒരു സമയമാണ് 7-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ. പിന്നെ 4-ാം ഭാവത്തിൽ ശനിയാകുമ്പോൾ നമ്മളത് വളരെ എന്ത് കാര്യം ചെയ്യുമ്പോഴും പുതിയൊരു വീട്, അപ്പോൾ നമുക്കെല്ലാം ഭംഗിയോടുകൂടി ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ മൂലൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഒരു നല്ല ഭാവമാണ്. 3-ലാണ് രാഹു നിൽക്കുന്നത്. രാഹു 3-ാം ഭാവം കൊണ്ട് ഏറ്റവും നല്ല രാഹുവാണ്. പിന്നെ ഇവർക്ക് 9-ലാണ് കേതു നിൽക്കുന്നത്. 9-ൽ കേതു എന്ന ഗ്രഹം 9-ൽ നിൽക്കുന്നത് നല്ലതാണ്. നിഗൂഢമായ ശാസ്ത്രജ്ഞ ജ്ഞാനത്തെ തരുന്ന പറയുന്നത്, അതും സൂര്യൻ്റെ ക്ഷേത്രത്തിലുമാണ്. അപ്പം നമുക്ക് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കി തരും. അപ്പം മൂലനക്ഷത്രക്കാർ ഈ ധനുരാശിയിൽ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു വർഷഫലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ ഏറ്റവും നന്നായിട്ട് ഈ ശനീശ്വരൻ മാത്രമാണ് 4-ാം ഭാവത്തിലുള്ളത്. അപ്പോൾ ശനിയെ നന്നായിട്ട് ഭജിക്കുക. ലഗ്നാധിപനായിരിക്കുന്ന വ്യാഴം 7-ൽ നിൽക്കുന്നുണ്ട്. പിന്നെ 4-ാം ഭാവത്തിലുള്ള ആളും 7-ലാണ് നിൽക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ശനീശ്വരനെ ഭജിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു വർഷം 1.5 വർഷം കൊണ്ട് നമുക്ക് അധികമായിട്ട് നേട്ടങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ധനുരാശിയിൽ മൂലനക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു വർഷമാണ് ഈ 2025 മേടമാസം 14-ാം തീയതി മുതൽ നമുക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത്. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിലേക്ക് തന്നെയാണ് വ്യാഴത്തിൻ്റെ വരവ്. അതേപോലെ തന്നെ ഈ കണ്ടകശനിയുടെ കാലഘട്ടമാണ്. കണ്ടകശനി ആണെങ്കിലും അതൊരു വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട് നമുക്ക് ദോഷത്തെ ഒന്നും അധികമായിട്ട് ചെയ്യുന്നില്ല. നമ്മുടെ പഴയ വീടാണെങ്കിൽ അതിനെ പുതുക്കി പണിയാം, അല്ലെങ്കിൽ ഒരു പുതിയ വീട് തന്നെ നമുക്ക് മേടിക്കാം. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വിദേശത്തേക്ക് പോകാനും അവിടെ കൊണ്ട് ധനഭാവത്തിൽ ഉണ്ടാക്കാനും പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് ചിലപ്പോൾ പുരോഗതി ഉണ്ടാവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അത് മെയ് മാസം 14-ാം തീയതിയാണ് ഇതിനൊരു മാറ്റം വരിക. അപ്പോൾ എന്നാലും അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ 9-ാം ഭാവത്തിലാണ് കേതു, 3-ലാണ് രാഹു നിൽക്കുന്നത്. രാഹു എന്നുള്ള ഭാവത്തിന് 3-ാം ഭാവം ഏറ്റവും നല്ലതാണ്. ശനിയുടെ ക്ഷേത്രമാണ്. മനസ്സിനെ അലട്ടുന്ന പല പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കി തരും. ആ അറിവുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ധനുരാശിയിൽ പെടുന്ന ഈ പൂരാട നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഒരു വർഷം അവർക്ക് ഏറ്റവും നല്ല പോലെ സമ്പാദ്യശീലം ഉണ്ടാക്കാനും അതിലൂടെ നമുക്ക് വീട് എല്ലാ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമാണ്. കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ ഒരു നല്ലൊരു സമയമാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗം മാത്രമാണ് ധനുവിലും, മകരത്തിൽ 1/4 ഭാഗവും ഉണ്ട്. അപ്പോൾ ഈ മകരത്തിലുള്ള 1/4 ഭാഗമുള്ളവർക്ക് ശനീശ്വരൻ 7.5 ശനി അങ്ങോട്ട് കഴിയുകയാണ്. 7.5 ശനി കഴിഞ്ഞു. അവർക്ക് 3-ാം ഭാവത്തിലേക്കാണ് ശനീശ്വരൻ പോകുന്നത്. 2-ലേക്കാണ് രാഹു വരുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു ഭാവമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകരൻ രാശിയിലുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് 7.5 ശനി കഴിഞ്ഞു. പക്ഷേ ഈ ധനുരാശിയിലുള്ളവർക്കും നല്ലൊരു സമയമാണ്. മകരൻ രാശിയിൽ പെടുന്ന ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് വ്യാഴം വന്ന് നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ കൊടുക്കൽ വാങ്ങൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം.
എന്നുവെച്ചാൽ രാഹു 2-ലാണ്. മോഹങ്ങൾ കുറേ തരുന്നു. മോഹങ്ങൾ ഇത് ഇന്നത് വന്നാൽ അത് ഇന്നത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മോഹഗ്രഹങ്ങളാണ് രാഹു. അപ്പോൾ ഈ രാഹു 2-ലെ ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചാൽ മതി. നിങ്ങൾ ഒരു ദിവസത്തിന് ഒരു ആൻസർ പറയണ്ട, പിറ്റേ ദിവസം നോക്കിയിട്ട് മതി എന്നുള്ള ഭാവത്തിൽ നമ്മൾ നിൽക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6-ലാണ് നമ്മുടെ വ്യാഴം വന്ന് നിൽക്കുന്നത്, 2-ലാണ് രാഹുവും. ഇപ്പോൾ രാഹു എന്നത് ഒരു ഷേഡോ ഗ്രഹമാണ്, നിഴല് പോലെയാണ്. അപ്പം നമ്മളെ കൂടെ കൊണ്ട് നടന്നിട്ട് ഇന്നതൊക്കെ മോഹങ്ങളൊക്കെ കാണിച്ചു തന്ന് ആ കുഴിയിലേക്ക് നമ്മളെ തട്ടിയിടും. പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ച്, അതായത് ഇന്ന് പറയുന്നില്ലേ, അപ്പം നമ്മളൊരു സ്ഥലം വാങ്ങി, അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഒന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നാൽ ചിലപ്പോൾ ഒരു രാത്രി 2 ദിവസം കൊണ്ടോ നമുക്ക് വേറൊരു ചിന്തകളൊക്കെ നമുക്ക് വരാം. സാമ്പത്തികമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. മറ്റവർക്കും ഏറ്റവും നല്ലൊരു സമയമാണ്. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ എടുത്ത് ചാടി ഒന്നും സംസാരിക്കാതിരിക്കുക. എന്നുവെച്ചാൽ എടുത്ത് ചാടുന്നത് ഈ രാഹു നമുക്ക് കുഴപ്പത്തിലാക്കും. അപ്പോൾ അതുകൊണ്ട് വാക്കുകളെ വളരെയധികം സൂക്ഷിക്കുക. വാഗ്ദേവതയായ സരസ്വതീനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശനീശ്വരൻ പിന്നെ 3-ലാണ്, ഏറ്റവും നല്ല ഭാവത്തിലാണ്. 7.5 ശനിയൊക്കെ കഴിഞ്ഞു, ഒന്ന് നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഉത്രാട നക്ഷത്രക്കാരെ ഈ ഒരു വർഷം ഏറ്റവും നല്ല ശോഭന ഫലങ്ങളൊക്കെ ലഭിക്കും. അവർ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. തിരുവോണ നക്ഷത്രം മകരക്കൂറുകാരെ സംബന്ധിച്ച് അവർക്കും 7.5 ശനിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് 3-ലാണ് നമുക്ക് ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ശനീശ്വരൻ വന്നു, 2-ാം ഭാവത്തിലേക്ക് രാഹു വരുന്നു, അഷ്ടമത്തിലേക്ക് കേതു വരുന്നു. അഷ്ടമത്തിലെ കേതു നമുക്ക് ദോഷത്തെ ചെയ്യുന്ന ഒരു ഗ്രഹമാണ്, രോഗങ്ങളെ ഉണ്ടാക്കും. രോഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ മറ്റുള്ള ഭാവങ്ങളിൽ ഏറ്റവും നല്ല ഭാവമാണ്. വ്യാഴം 6-ലാണ് വരുന്നത്. അപ്പോൾ വ്യാഴം 6-ൽ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ 3-ൽ ശനീശ്വരൻ വരുമ്പോൾ ഏറ്റവും നല്ല ഭാവമാണ്. രാഹു 2-ൽ നിന്നതിലും നമുക്ക് ആ ശനിയുടെ 2 ഭാവം കൊണ്ടും നമുക്ക് നല്ലതാണ് കിട്ടുക. അപ്പോൾ എന്തേ ഒരു പ്രവർത്തിക്ക് പോകുമ്പോഴും 2 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുക്കുക. മകരം രാശിക്കാർ എപ്പോഴും ഒരു പിടിവലി രാശിയാണ്. അതിൻ്റെ അധിപതികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു മുതലേ ഒരു മാനും പോലെയാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു വർഷവും നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. എന്തൊരു കാര്യത്തിനും നമ്മൾ മുന്നോട്ട് കയറി ഒരു ബിസിനസ്സിൽ ഏർപ്പെടാണെങ്കിലും ഒരു കച്ചവടമാണെങ്കിലും നമ്മളൊരു വാഹനം വാങ്ങുന്നതിനായാലും എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. എടുത്ത് ചാടി ചെയ്യുക അല്ല നമ്മുടെ ഒരു തീരുമാനം. നമുക്ക് പതുക്കെ നമുക്ക് മുന്നിലേക്ക് പോയി അതൊരു വീട്ടുകാരൊക്കെ കൂടി ഒന്ന് ആലോചിച്ച്, കൂട്ടുകാരെടുത്തൊരു തീരുമാനമായിരിക്കാം, അപ്പോൾ വീട്ടുകാരോട് കൂടി ആലോചിച്ച് ആ ക്യാഷ് എവിടെ നിന്ന് വരുന്നുള്ള അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. എടുത്ത് ചാടി ചെയ്താൽ ഈ രാഹു നമുക്ക് ദോഷത്തെ ചെയ്ത് തരും. പിന്നെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക. ദേവിയെ നന്നായിട്ട് ആരാധിക്കുക. അഷ്ടമത്തിലെ കേതു ഒക്കെ നമുക്ക് ജ്ഞാനത്തെ തരുന്നുണ്ട് കേട്ടോ, പക്ഷെ രോഗങ്ങളെയും തരും. അപ്പോൾ രോഗങ്ങളെ പലവ വന്നാൽ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് എന്ത് പഠിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം, അതൊക്കെ നമുക്ക് അതിനേക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി തരാനായിട്ട് ഈ ഒരു വർഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. ഞാൻ പറഞ്ഞ പോലെ വാക്കിനെയും വ്യാഴത്തെയും ശ്രദ്ധിക്കുക. വ്യാഴം വെച്ചാൽ ധനത്തെയും ശ്രദ്ധിക്കുക. മറ്റുള്ള എന്ത് കാര്യം ചെയ്യാനും ഭയങ്കര ധൈര്യവും തൻ്റെ ഇടമൊക്കെ ഉണ്ടായിരിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, രാഹുകേതുക്കൾക്ക് പട്ടുപൂജയൊക്കെ കൊടുക്കുക, ദേവീക്ഷേത്രത്തിൽ പറ്റത്തൊക്കെ വഴിപാട് ചെയ്യുക, ലളിതാ സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. ചിലർ ദേവി മഹാത്മ്യായിരിക്കും ജപിക്കുന്നുണ്ടാവുക, അപ്പോൾ അതാണെങ്കിൽ അതിലത്തെ 11ാമത്തെ അധ്യായമൊക്കെ നന്നായിട്ട് ജപിക്കുക. വേണ്ടപ്പോൾ തോന്നുന്ന ബുദ്ധി ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു ഭാവത്തിലേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ്. അവിട്ട നക്ഷത്രത്തിൻ്റെ അരഭാഗം മകരത്തിലും പിന്നെ അരഭാഗം കുംഭത്തിലുമാണ്. അപ്പോൾ മകരൻ രാശിയിലുള്ളവർക്ക് 7.5 ശനിയൊക്കെ കഴിഞ്ഞു എങ്കിലും കുംഭൻ രാശിയിലുള്ളവർ 2-ലായിരുന്ന ജന്മശനി ആയിരുന്നത് 2-ലേക്ക് പോകുന്നു. അപ്പോൾ അവർക്ക് 7.5 ശനി കഴിഞ്ഞിട്ടില്ല, അവർക്ക് 2-ലാണ് ശനീശ്വരൻ വരുന്നത്. പക്ഷെ അവർക്ക് വ്യാഴം നല്ലതാണ് ഇവിടെ. അപ്പോൾ വ്യാഴം വന്ന് നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്, മിഥുന രാശിയിലായിരിക്കും. പക്ഷെ രാഹു ഇവരുടെ കൂടെയുണ്ട്. ഈ കുംഭക്കൂറിലുള്ള വിട്ട നക്ഷത്രക്കാർക്ക് ഇത്തിരി ദോഷങ്ങൾ ഉണ്ടാക്കും. മകരക്കൂറിലുള്ള വിട്ട നക്ഷത്രക്കാർക്ക് വലിയ ദുരിതങ്ങളൊന്നുമില്ല, മുന്നോട്ട് പോകാനായിട്ട് അവരുടെ 7.5 ശനിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇവരും വാക്കിനെ വളരെ ശ്രദ്ധിക്കുക. പിന്നെ നടന്നു പോകുമ്പോൾ പോലും തട്ടിട വീഴാതെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, തെന്നി വീഴാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. രാഹു കൂടെയുള്ളതുകൊണ്ട് സ്കിന്നിലെ രോഗങ്ങളെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ 7-ാം ഭാവം കേതുവാണ്. 7-ാം ഭാവത്തിൽ കേതു വരുമ്പോൾ ഭർത്താവിൻ്റെ ഭാവമാണ് നമുക്ക് കേതു. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ അതൊന്നും ഉണ്ടാവാതെ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പം മുൻകൂട്ടി ഇത് അറിയാലോ കേതുവാണ്,
അപ്പം അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടാക്കുക, അതും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ വ്യാഴം നിങ്ങൾക്ക് 5-ലുണ്ട്. അപ്പോൾ വിളിച്ചാൽ ഈശ്വരൻ വരുന്നുണ്ടെന്ന് അവിടെ. അപ്പോൾ വിളിച്ചാൽ വിളിപ്പുറത്താണ് നമ്മളിരിക്കുന്ന ദേവത. ഇപ്പം നിങ്ങൾ ഏത് ഉപാസനാമൂർത്തിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടപ്പുറത്തുള്ള ശിവനെയാണെങ്കിലും വിഷ്ണുവിനെയാണ് ഗണപതിയെയാണ് ആരെയാണ് ആരാധിക്കുന്നതെങ്കിലും അവർ ആ ഇതിൽ ആ സമയത്ത് നമുക്ക് വരും, വേണ്ടത് തോന്നിക്കാനും ഒക്കെ. പക്ഷേ ഏഴര ശനിയാണെന്നറിയണം. ആ ശനീശ്വരൻ നമുക്ക് 2-ാം ഭാവത്തിലേക്ക് വരുന്നു. 2 എന്ന് പറയുന്നത് നിധി, കോശം, വാക്ക്. അപ്പോൾ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കുക. വാക്ക് ഇപ്പോൾ വ്യാഴൻ്റെ ക്ഷേത്രമാണ്. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യപ്പെട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കിട്ടാതെയായി പോകും. അപ്പം ആ വാക്കിനാണ് അവിടെ അളന്ന് വർത്തമാനം പറയേണ്ടത്. ഗുരുവിൻ്റെ വാക്കാണ്. ആ ഗുരുവിൻ്റേതായിട്ടുള്ള രാശിയിലാണ് നമുക്ക് ശനീശ്വരൻ ഇരിക്കുന്നത്. കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്കും വലിയ പ്രതിസന്ധിയൊന്നുമില്ലാതെ ഈ പ്രാവശ്യം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം ശിവനെയാണ് ഇവിടെ നന്നായിട്ട് ഭജിക്കേണ്ടത്. വാക്കുകൾ വളരെ കൃത്യമായിട്ടുണ്ടാവണം. രോഗാവസ്ഥകൾ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ രുദ്രാഭിഷേകം കൊടുക്കുക. വ്യാഴത്തിന് പറ്റത്തക്ക വഴിപാട് ചെയ്യുക. നവഗ്രഹങ്ങൾക്ക് ഗ്രഹപൂജ ചെയ്യുക. ഇതാണ് അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ കുംഭക്കൂറിലുള്ളവർ ചെയ്യേണ്ടത്. മകരക്കൂറിലുള്ളവർക്ക് വലിയ പ്രതിസന്ധിയൊന്നുമില്ല. അവർക്ക് ഏറ്റവും നല്ലൊരു രാശിയാണ്. ശിവനെ പ്രാർത്ഥിക്കുക. വ്യാഴത്തേക്ക് പ്രാർത്ഥിച്ചാൽ അവരെ വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ കുംഭത്തിലും മകരത്തിലുള്ള അവിട്ട നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ചതയ നക്ഷത്രം, കുംഭത്തിലുള്ള ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചവർക്ക് 7-ര ശനി ജന്മശനിയായിരുന്നു. ആ ജന്മത്തിലെ ശനീശ്വരൻ മാറി 2-ാം ഭാവത്തിലേക്ക് ശനീശ്വരൻ വരുന്നു. ഈ 2-ലെ ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് ധനപരമായ കാര്യങ്ങൾക്കല്ല അവിടെ പ്രശ്നം. നമ്മുടെ വാക്കുകൾക്ക് അഹങ്കാരം വരുന്ന പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് 7-ര ശനിയിൽ 12-ൽ കുറേ കഷ്ടതകൾ ഉണ്ടായി. പക്ഷെ ജന്മത്തിൽ വന്നപ്പോൾ നമുക്ക് ആ കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ ഒരു കുറവ് വന്നു. അപ്പോൾ 2-ലേക്ക് പോകുമ്പോഴും നമുക്ക് ഒരു അഹങ്കാരം വരികയാണ് അവിടെ. എന്തും എനിക്ക് ചെയ്യാൻ പറ്റും, എന്ത് കാര്യം എന്നെക്കൊണ്ട് നടക്കും എന്നുള്ള ആ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ്. 7-ര ശനിയാണെങ്കിലും 2-ലെ ശനീശ്വരൻ നല്ലതാണ് നമുക്ക്. പിന്നെ അതേപോലെ തന്നെ വ്യാഴം ഏറ്റവും നല്ലതാണ്. ഇവിടെ 7-ാം ഭാവത്തിൽ കേതു വന്ന് നിൽക്കുന്നുണ്ട്. അത് മാത്രമാണ് ഇത്തിരി ദോഷത്തെ നമുക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ ദോഷവും നമുക്ക് പരിഹരിക്കാം. നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയവരോ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവർക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കും. കേതു ഗണ്ഡകാരകനാണ്. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ധനം ചിലപ്പോൾ ഇത്തിരി ഡിലേ വരാം. ഇതൊക്കെ ഒന്നും നമുക്ക് നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് കുറച്ച് ബാങ്കുമായിട്ട് പതുക്കെ പോയി ഡീൽ ചെയ്ത് സംസാരങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്താണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് പോകാനായിട്ട് ചതയ നക്ഷത്രക്കാർക്ക് സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ല സമയം തന്നെയാണ്. പക്ഷേ 7-ര ശനിയാണ്. അലസത ഉണ്ടാക്കും, മടി ഉണ്ടാക്കും, രോഗങ്ങളെ ഉണ്ടാക്കും. ഇതൊക്കെ മറികടന്ന് ഇപ്പോൾ അലസത വരുമ്പോൾ നമുക്ക് ഇന്ന് ലീവ് എടുക്കാം എന്ന് തോന്നിക്കരുത്. ഇന്ന് ലീവ് എടുക്കുന്നില്ല, ഞാൻ ഇന്ന് തന്നെ പോവും എന്നൊക്കെ തോന്നിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ ഈ ചതയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. പോരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ കുറച്ച് ഭാഗം കുംഭത്തിലും ബാക്കി ഭാഗം മീനത്തിലുമാണ്. അപ്പോൾ അതിൽ 3/4 ഭാഗവും കുംഭത്തിലാണ് പോരോരുട്ടാതിക്ക്. അപ്പോൾ അവരെ സംബന്ധിച്ചും അവർക്ക് 7-ര ശനി ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. 2-ാം ഭാവത്തിലാണ്. ശനീശ്വരൻ 29-ാം തീയതി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വളരെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇവിടെ വ്യാഴം 5-ലേക്ക് വന്നു. മെയ് മാസത്തോടു കൂടി വ്യാഴം 5-ൽ വരും. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ ദേവതകളൊക്കെ മുന്നിലേക്ക് വരാനും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിവർത്തിച്ച് തരാനൊക്കെ നമുക്ക് സാധിക്കുന്നൊരു സമയമാണ്. 7-ര ശനിയുടെ 3-ാം ഭാവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ജന്മത്തിൽ കഴിഞ്ഞു, 12-ലെ കഴിഞ്ഞു, 2-ാം ഭാവത്തിൽ 3-ാം ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ശനീശ്വരൻ നമുക്ക് നല്ല അനുഭവങ്ങളാണ് കൊടുന്നു തരിക. പിന്നെ വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക. 7-ാം ഭാവത്തിൽ കേതു ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഒരു വട്ടം 2 പ്രാവശ്യം പോകുമ്പോഴേക്കും നമുക്ക് അലസതയും മടിയൊന്നും വരാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. പിന്നെ ലഗ്നത്തിൽ തന്നെയാണ് രാഹു. അപ്പോഴും ചെറിയ ചെറിയ രോഗങ്ങൾ സ്കിന്നിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റത്തക്ക വഴിപാട് ചെയ്യുക. നമ്മുടെ ദേശത്ത് അങ്ങനെ ആയില്ല പൂജ അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ അതിൽ നിങ്ങളൊക്കെ പങ്കെടുത്ത് ദേവതകൾക്ക്, നാഗദേവതകൾക്ക് ആവശ്യം എന്താ, കദളിപ്പഴവും വെളിച്ചെണ്ണയാണ് കൊടുക്കുക, മഞ്ഞൾപ്പൊടി അതൊക്കെ നമസ്കരിച്ച് കൊടുക്കുക. അതൊക്കെ ചെയ്താൽ 7-ര ശനിയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും. പിന്നെ 7-ര ശനിയുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ വസ്തു വാങ്ങുന്നവരുണ്ടാവാം, അതേപോലെ വീട് വെക്കുന്നവരുണ്ടാവാം. ഇവർക്കൊക്കെ നല്ലൊരു സമയമാണ്.
അവർക്ക് അങ്ങനെയൊക്കെ ഇപ്പോൾ വീട് പണി തുടങ്ങി ബ്ലോക്കാണെന്ന് തോന്നിയാൽ അടുത്തുള്ള നാഗത്താങ്കാവിൽ പോവുക, പറ്റത്തൊക്കെ വഴിപാടൊക്കെ ചെയ്യുക. ദേവിക്ക്, ഭൂമി എപ്പോഴും ദേവിയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ദേവി ആ ഇരിക്കുന്ന വീടിൻ്റെ തട്ടകത്തുള്ള ദേവിക്ക് പറ്റത്തൊക്കെ വഴിപാടൊക്കെ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലെ ഈ പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ കുംഭക്കൂറിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി കുംഭം കഴിഞ്ഞ് മീനക്കൂറിലുള്ളവർക്ക് ആ ജന്മത്തിലേക്കാണ് ശനീശ്വരൻ വരുന്നത്. അപ്പോൾ പൂരോരുട്ടാതിയുടെ ഒരു കാൽഭാഗം മാത്രം മീനത്തിലുണ്ട്. അവരിൽ ശനി വരുന്നത് 12-ലെ ശനീശ്വരൻ കഴിഞ്ഞു ജന്മശനിയാണ് വരുന്നത്. അവർക്ക് വ്യാഴം 3-ലായിരുന്നു ഇത്ര നാൾ, അവർ വ്യാഴം 4-ലേക്ക് വന്നു. അപ്പോൾ കഴിഞ്ഞ ഈ 2.5 വർഷത്തേക്കാൾ ഇത്രയും കൂടി ഒരു നല്ല ഒരു ഭാവത്തിലേക്ക് നമുക്ക് ഈ ഒരു വർഷം മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജന്മത്തിൽ 12-ലെ ശനിയേക്കാൾ ഇത്തിരി കൂടി നല്ലൊരു ഭാവമാണ് ജന്മത്തിലെ ശനി. അപ്പം നമ്മൾ ഈ 12-ൽ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കി നിർത്തിയിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഈ 12-ലേക്ക് തന്നെയാണ് രാഹു വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 1.5 മാസത്തോളം നമുക്ക് ഈ മെയ്യിലാണ് വ്യാഴം മാറുക. ഈ മാർച്ച് 29-ാം തീയതി നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇത്തിരി നാളിത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും നന്നായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കണം, രുദ്രാഭിഷേകം ചെയ്യണം, ശിവനെ നന്നായിട്ട് അറിഞ്ഞു വിളിക്കേണ്ട ഒരു സമയമാണ്. രാഹു 12-ലാണ്. അപ്പോൾ രാഹു നമ്മളെ കുറേ തരത്തിൽ കുറേ ദോഷങ്ങളെ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് രാഹുവിനും ആണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ശനി നമ്മുടെ കൂടെയുണ്ട്. ശിവൻ്റെ അമ്പലത്തിൽ പോവാം, നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനും പട്ടും പൂജയൊക്കെ സമർപ്പിക്കുക. ദേവീക്ഷേത്രത്തിൽ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. പിന്നെ വേറെ ഒരാളെയും അതിതും കുറ്റമൊന്നും പറയാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. മീനൻ രാശിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അത് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കാൽഭാഗമാണെങ്കിലും അവർക്ക് അതിൻ്റേതായ ദോഷങ്ങൾ ഉണ്ടെന്നറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ പൂരോരുട്ടാതിയുടെ കുംഭക്കൂറിലും മീനക്കൂറിലുമുള്ള ആൾക്കാർക്ക് വ്യത്യസ്ത ഫലങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം സാധിക്കും. ഉത്രട്ടാതി നക്ഷത്രം മീനക്കൂറാണ്. ആ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചും 12-ലായിരുന്നു. 7.5 ശനി സ്റ്റാർട്ട് ചെയ്തിരുന്നു 2.5 വർഷം മുൻപ്. ഇപ്പോൾ ശനീശ്വരൻ നമുക്കിവിടെ ജന്മത്തിൽ വന്നു. അപ്പോൾ അത്രയും നാൾ ശനീശ്വരൻ ചെയ്തിട്ടുള്ള അങ്ങനെ ബ്ലോക്കാണ് ഉണ്ടാക്കുക. ഇപ്പോൾ അലസത, മടി, പിന്നെ അല്ലെങ്കിൽ വേദന, കാലുവേദന, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കർമ്മത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് വീട് സംബന്ധമായിട്ട് എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടാവാം, കേസ് ഉണ്ടാവാം, കോടതി, ഇതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ നടന്നിട്ട് നമുക്ക് ഈ ഒരു കുറച്ച് നാളുകളായിട്ട് നമുക്ക് അലസതയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരികയാണ്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനീശ്വരൻ. അപ്പോൾ ഗുരുവാണ് അവിടെ. അപ്പോൾ ഗുരു കുറേ ഉപദേശങ്ങളായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു തരുന്നു. അത് നമ്മുടെ ജീവിതമാണ് നമുക്ക് കാണിച്ചു തരുന്നത്, അല്ലാതെ വേറൊരാൾ വന്ന് പറഞ്ഞു തരിക എന്നുള്ളതല്ല അർത്ഥം വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി, അതിന് ഈ പ്രാവശ്യം നമുക്കത് ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ച് ആ ഉപദേശപ്രകാരം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ 3-ലായിരുന്നു വ്യാഴം. ഇത്ര നാൾ നിങ്ങൾക്ക് 3-ലായിരുന്നു, ഇനി 4-ലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ വ്യാഴവും നന്നായി നമുക്ക്. പിന്നെ അതേപോലെ 6-ാം ഭാവത്തിൽ കേതു വന്നു. 6-ൽ കേതു വരുന്നത് നല്ലതാണ്, പക്ഷെ 12-ൽ രാഹു വരുന്നത് അത്ര നല്ല ശുഭമല്ല. എന്നാലും ഞങ്ങൾ വളരെയധികം ആ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം നമ്മൾ ഉപാസിക്കുന്ന ദേവതയോ അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി നേരം മെഡിറ്റേഷനൊക്കെ ഇരുന്ന് നമ്മൾ മുന്നിലേക്ക് പോവുക. നമ്മുടെ രോഗത്തെ, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക. കുട്ടികളാണെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോകേണ്ട പല കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാനായിട്ട് സാധിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്പോൾ 4-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നു, 6-ലേക്ക് കേതു വന്നു, 12-ലായിരുന്നു രാഹു വന്നത്. അപ്പോൾ നന്നായിട്ടൊന്നും കൂടി ശ്രദ്ധിക്കുക, രുദ്രാഭിഷേകം ചെയ്യുക, രാഹുവിനും കേതുവിനും പട്ടും പൂജയൊക്കെ കൊടുക്കുക. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നന്നായിട്ട് ശിവനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 7.5 ശനിയുടെ കാലഘട്ടത്തിൽ ജന്മത്തിൽ ശനി വന്നാലും ഈ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം മുന്നിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. രേവതി നക്ഷത്രം. അപ്പോൾ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനൻ രാശി തന്നെയാണ്. ആ മീനൻ രാശിയിൽ വരുന്ന ആ മീനക്കൂറിൽ 12-ലായിരുന്നു ശനീശ്വരൻ. ആ ജന്മത്തിലേക്ക് വന്നു. ആ ജന്മത്തിൽ നിന്ന് 3-ലായിരുന്ന വ്യാഴം 4-ലേക്ക് വന്നു. അപ്പം അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ കർമ്മസ്ഥലത്ത് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കർമാധിപനായിരിക്കുന്ന വ്യാഴം 4-ലാണ് വരുന്നത്. അപ്പോൾ ആ 4-ൽ നിന്ന് കർമ്മത്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി ചിലപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടായി ഉണ്ടാവും, ഒരു മാസത്തെ ശമ്പളം കിട്ടാണ്ട് വരും. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങൾക്കും ബ്ലോക്കൊക്കെ വരാം.
അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് ഈ പ്രാവശ്യം വരേണ്ടതാണ്. പിന്നെ ഈ ശനി വ്യാഴല്ലേ, അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. എനിക്ക് വ്യാഴക്ഷേത്രത്തിലാവുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് വരുന്നു. ഇതൊക്കെ കുറച്ച് നാളുകളായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്, അത് 2 ദിവസം കഴിഞ്ഞാൽ അത് ശരിയാവും എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് തന്നെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏഴര ശനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശനീശ്വരൻ തന്നെ നമ്മുടെ ജീവിതത്തിനെ മാറ്റിയും മറച്ചും കാണിച്ചു തരുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ശനി മീനത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. വ്യാഴക്ഷേത്രത്തിലാണ്, വ്യാഴം ഗുരുവിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ആ നക്ഷത്രക്കാരായ രേവതി, ഉത്രട്ടാതി, പൂരോരുട്ടാതിയുടെ കാല്, ആ ഭാഗക്കാർക്കൊക്കെ നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് തരാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വിഷുവിൻ്റെ ഫലമനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് ഒരു വർഷക്കാലം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.